അക്കിടോ ഒരു ഗ്ലാസ് വെള്ളം. നീ പറയുമ്പോ ഞാൻ എടുത്തുകൊണ്ടിരാറില്ല. നീ പറയുമ്പോ ഞാൻ എടുത്തുകൊണ്ടിരാറില്ല. Hi all. ഹോം സയൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 21ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? നിങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു? ഓക്കെ. അപ്പൊ നമ്മളെ 21ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? കൺസേൺസ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ആ ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ നമ്മള് അത് ഒന്ന് ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്. ഒന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തോണം. പോയിന്റുകൾ ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഗൈഡിനകത്ത് പേജ് നമ്പർ 99 നമ്മളത് പറഞ്ഞു പോയതാണ്. കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയായിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മള് 21ാമത്തെ ചാപ്റ്ററിൽ നമ്മള് കൺസേൺസ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ മനുഷ്യ വികസനത്തിലെ ആശയങ്ങളും പ്രശ്നങ്ങളും നമ്മൾ പറഞ്ഞായിരുന്നു. അതിനകത്ത് പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് ഗേൾ ചൈൽഡ് നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് പെൺകുട്ടികളെ വിദ്യാഭ്യാസം പെൺകുട്ടികളെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്, അതിന്റെ 4 മാർഗങ്ങളെ കുറിച്ച് പറയാനായിട്ട് പറഞ്ഞായിരുന്നു. നമ്മളത് പറഞ്ഞായിരുന്നു അല്ലെ? ക്ലാസ്സിൽ നമ്മൾ ഒന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ജുവനൈൽ ഡെലിക്വൻസി എന്താണ്, യുവാക്കളിലെ കുറ്റകൃത്യങ്ങള് എന്ന് പറഞ്ഞാല് എന്താണ്, അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഒരാളെ കുറ്റവാളിയായിട്ട് ജുവനൈൽ ഡെലിക്വന്റ് ആയിട്ട് കണക്കാക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു. ഒരാളെ കുറ്റവാളിയായിട്ട് എന്ന് പറഞ്ഞാൽ ഈ യുവാക്കളായിട്ടുള്ള ആളുകളെ അപ്പം നമുക്കറിയാം ഒരു പ്രായത്തിന്റെ ഒരു ഏജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളും അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ഏജ് ലിമിറ്റിലുള്ള കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവുന്ന കുറ്റകൃത്യങ്ങളെയാണ് നമ്മൾ എന്താ പറയാ, ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ചില ഏതൊക്കെ രീതിയിലാണ് ഒരാളെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കുന്നതെന്ന് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? ഒരാളെ കുറിച്ച് അപകീർത്തികരമായിട്ട് പ്രചരിപ്പിക്കുക, അക്രമം നടത്തുക, മോഷണം നടത്തുക, ആത്മഹത്യ പ്രേരണ നൽകുക, നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക, മയക്കുമരുന്ന്. നമ്മള് ഗൈഡിന്റെ അകത്ത് 100ാമത്തെ പേജാണ്. നമ്മള് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് പറയാനുള്ളത്, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് വരികയാണ് പറയാനുള്ളത്. സോഷ്യോ ഇക്കണോമിക് ഡിസ്അഡ്വാൻറ്റേജ് ചിൽഡ്രൻ, ആ ഒരു ഇതായിരുന്നു നമുക്ക് നോക്കാനുള്ള. ബാക്കി നമ്മൾ ഏകദേശം ഒന്ന് പറഞ്ഞു നിർത്തിയതാണ്. ഫിസിക്കൽ ഡിസബിലിറ്റീസ്, മെന്റൽ റിട്ടാർഡ്, അങ്ങനെയുള്ള ഒരു കൊടുത്തേക്കുന്നത്. പേജ് നമ്പർ 124 124 122 പേജുകളിലാണ് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തെ മേജർ ഫിസിക്കൽ ഡിസബിലിറ്റീസ് അങ്ങനെയുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. സോഷ്യോ ഇക്കണോമിക്
ഡിസ്അഡ്വാൻറ്റേജ് ചിൽഡ്രൻ, ആ പേജ് നമ്പർ 121 ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് കേട്ടോ. ഗൈഡിന്റെ അകത്ത് നമുക്ക് പേജ് നമ്പർ 102. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഒരുവിധം പറഞ്ഞു പോയതാണ് നമ്മള്. അപ്പൊ എന്താണ്? സോഷ്യോ എക്കണോമിക്കലി ഡിസ്അഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രൻ അല്ലെ, എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള സാമൂഹ്യപരമായിട്ടും അതുപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടും നിൽക്കുന്ന കുട്ടികളെ നമുക്ക് എങ്ങനെയൊക്കെയാണ് അവരെ സഹായിക്കാനായിട്ട് പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളോട്. നമുക്കറിയാം പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളുണ്ട് അല്ലെ, പല രീതിയിലുള്ള. അപ്പൊ കുടുംബങ്ങളുടെ സാഹചര്യം കൊണ്ടായിരിക്കാം, ദാരിദ്ര്യം കൊണ്ടായിരിക്കാം, നിരവധി കുട്ടികൾ എന്ത് ചെയ്യും, സാമൂഹ്യപരമായിട്ട് സാമ്പത്തികപരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നോക്കം നിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും അല്ലെ. ഏറ്റവും നന്നായിട്ട് നമുക്ക് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നല്ല ബെറ്റർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റുന്നു. പിന്നെ എന്താണ്? ടെക്സ്റ്റ് ബുക്കുകൾ കൊടുക്കാനായിട്ട് അല്ലെ. പിന്നെയോ സ്റ്റേഷനറി പോലെയുള്ള അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ, ക്ലോത്തോ അല്ല, കുട്ടികളാണല്ലോ, അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവില്ല, അപ്പൊ അതൊക്കെ എത്തിച്ചു കൊടുക്കുക. യൂണിഫോം അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കോളർഷിപ്പ്, ഉച്ചഭക്ഷണം, ഇതൊക്കെ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നിലേക്ക് എത്തിച്ചു എടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പൊ പുസ്തകത്തില് എന്തൊക്കെ കൊടുത്തിരുന്നത്? പ്രൊവൈഡ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫിഡൻസ്, വൊക്കേഷണൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിയാലോ, ഇത് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഏറ്റവും താഴേക്കിടയിലുള്ള നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തും സ്കൂളിൽ പോകാനോ പഠിക്കാനോ കഴിയില്ലാത്ത കുട്ടികളെ നമുക്ക് ഏതൊക്കെ രീതിയിലായിരിക്കും സഹായിക്കാൻ പറ്റുന്നത്? ദാരിദ്ര്യാവസ്ഥയിലാണ്, അപ്പൊ അവരുടെ കുടുംബ പശ്ചാത്തലം കൊണ്ടായിരിക്കും അവർക്ക് പഠിക്കാൻ കഴിയാതെ വരുന്നത്. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് അവരെ സഹായിക്കാം അല്ലെ. അപ്പൊ അത് നോക്കുമ്പോൾ നമുക്കറിയാം, അവർക്ക് ആദ്യമേ കൊടുക്കാൻ പറ്റുന്ന എന്താണ്? സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കാം. പിന്നെയോ പുസ്തകം മേടിക്കാൻ കഴിവില്ലെങ്കിൽ നമുക്ക് പുസ്തകം വാങ്ങിച്ചു കൊടുക്കാം. പിന്നെയോ അവർക്ക് ബുക്കുകൾ, അങ്ങനെയുള്ള പേന, പെൻസില്, പിന്നെയോ ഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങള് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വാങ്ങിച്ചു കൊടുക്കാം. സ്കൂൾ യൂണിഫോം മേടിക്കാൻ കഴിവില്ലെങ്കിൽ ചെയ്യാം. സ്കോളർഷിപ്പിനുള്ള സഹായം ചെയ്യാം. ഉച്ചഭക്ഷണം അല്ലെ. ഇത് പിന്നെ ഇവരെ സ്കൂളിലേക്ക് അയക്കാൻ എന്ത് ചെയ്യാം? മാതാപിതാക്കളെ പ്രേരിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് എ നോട്ട് ഓൺ മേജർ ഫിസിക്കൽ ഡിസബിലിറ്റീസ്. കുട്ടികളുടെ പ്രധാന ശാരീരിക വൈകല്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്കൽ ഡിസബിലിറ്റീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ഫിസിക്കൽ ഡിസബിലിറ്റീസ്? മേജർ ഫിസിക്കൽ ഡിസബിലിറ്റീസ് പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിന്റെ അത് 122 കേട്ടോ. അപ്പൊ എന്താണ്? നമുക്ക് എല്ലാ കഴിവുകളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എന്താണ്? നമുക്ക് ചെവി കേൾക്കാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, കാണാൻ പറ്റും, നടക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് എല്ലാ ഇതും തികച്ചാണ് ദൈവം നമ്മുടെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതൊന്നും സാധിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു? അവര് ശാരീരിക വൈകല്യങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളാണ്. ചിലർക്ക് ചെവി കേൾക്കാൻ പാടില്ല, ചിലർക്ക് സംസാരിക്കാൻ പാടില്ല, ചിലർക്ക് കണ്ണ് കാണാൻ പറ്റില്ല, ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുന്നേറ്റ് നടക്കാൻ വയ്യാണ്ട് ഇരിക്കുന്ന ആളുകളുണ്ടാവും, കിടപ്പ് കിടക്കുന്നവരുണ്ടാവും അല്ലെ. നമുക്കറിയാം ഒരുപാട് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നോക്കി നമ്മുടെ ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റും. വിദ്യാഭ്യാസം, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ശാരീരിക വൈകല്യമുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? ഒന്ന് അംഗവൈകല്യമുള്ളത്, എന്താണ്? ഓർത്തോപീഡിക് ഡിസബിലിറ്റീസ് നമ്മൾ പറയും, അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ളത് കുട്ടികള്. പിന്നെയോ അന്ധത എന്താണ്? ബ്ലൈൻഡ്നെസ് ആണ്. പിന്നെ ഏതാണ്? ബധിരതയും മൂകതയും, പിന്നെ ഡെഫ്നെസ് ആൻഡ് ഡഫ്നെസ്. അപ്പൊ അങ്ങനെയുള്ള എന്താണ്? 3ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മള് ശാരീരിക വൈകല്യത്തെ നമ്മൾ എത്രയായിട്ടാണ് തിരിക്കുന്നത്? 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്നാമത് ഏതാണ്? ഓർത്തോപീഡിക് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗവൈകല്യം പറ്റിയ കൈയില്ലാത്തതോ കാലില്ലാത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളത്. പിന്നെ ഏതാണ്? അന്ധത, ബ്ലൈൻഡ്നെസ് ഉണ്ട്. പിന്നെ ഏതാണ്? ബധിരതയും മൂകതയും, ഡെഫ്നെസ് ആൻഡ് ഡഫ്നെസ്. അപ്പൊ അസ്ഥികളുടെ തകരാറ്, കാൽസ്യക്കുറവ്, അല്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ അഭാവം, എല്ലിന് കേടുപാടുകൾ വരുത്തുന്ന എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാം എന്നിവയൊക്കെയാണ് എന്ത് വരുന്നത്? അംഗവൈകല്യത്തിന് കാരണമാകുന്ന. അല്ലെങ്കിൽ എന്താണ്? ചില കുട്ടികൾക്ക് കഠിനമായ പേശി ചലിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഒരു പേര് വിളിക്കുക, എന്താണ്? പാസ്റ്റിക് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ.
കഠിനമായ പേശി എന്ത് പറഞ്ഞാൽ നമ്മുടെ കൈയും കാലൊക്കെ നമുക്ക് ചലിപ്പിക്കാൻ പറ്റൂലോ. ചില കുട്ടികൾക്ക് എന്ത് പറ്റില്ല, അനങ്ങാനൊന്നും പറ്റില്ല. അവരുടെ കൈ എങ്ങനെ ഇരിക്കും, മരം പോലെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അത്തരം കുട്ടികളെ നമ്മൾ എന്താണ് പേര് വിളിക്കുന്നത്? സ്പാസ്റ്റിക്. ഈ കുട്ടികൾക്ക് എന്താണ് ചലിക്കാനോ ഒന്നും കഴിയില്ല. കയ്യോ കാലോ തലയോ ഒന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചലിപ്പിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അവർ ചലിപ്പിക്കുന്ന എങ്ങനെയായിരിക്കും? തെറ്റായ രീതിയിലൊക്കെ ആയിരിക്കും. പിന്നീടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? അന്ധരായ കുട്ടികൾക്കാണ്. അവർക്ക് ഒന്നും കാണാനായിട്ട് കഴിയില്ല, അല്ലെ? അപ്പം എന്തിനാ അങ്ങനെയുള്ള കുട്ടികൾക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യേണ്ടി വരും? ആശ്രയിക്കേണ്ടതായിരിക്കും. കണ്ണ് കാണത്തില്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ട് വരും, അല്ലെ? ദൈവം തമ്പുരാൻ നമുക്ക് എല്ലാ കഴിവും അല്ലെ നമുക്ക് ഇതെല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെ ഇല്ലാത്തൊരു അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കും. ഒരു മിനിറ്റ് നമുക്ക് കണ്ണട സമയത്ത് കാണാൻ പറ്റും. അപ്പൊ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരുട്ടി കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെ, അവരുടെ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കുക. എപ്പോഴും അവർക്ക് എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യമാണ്. ചിലർക്ക് എന്താണ് ഭാഗികമായ കാഴ്ച ഉണ്ടാവും. പിന്നെ എന്താണ് ഭക്ഷണത്തിലെ വൈറ്റമിൻ എയുടെ അഭാവം മൂലം കണ്ണിന് പരിക്കുകൾ അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടാവുന്നത്, ഇതൊക്കെ എന്താണ്? അന്ധതയുടെ കാരണങ്ങളാണ്. വേറെ ചില കുട്ടികൾക്ക് എന്താണ്? അവർക്ക് കേൾക്കാനും കഴിയില്ല, സംസാരിക്കാനും കഴിയില്ല. നമ്മൾ അവരെ എന്തു പറയുന്നു? ബധിരതും മൂകരുമായ കുട്ടികളെന്ന് വിളിക്കുന്നുണ്ട്. ബധിരരായ കുട്ടികൾക്ക്, ചെവി കേൾക്കാൻ കഴിയില്ലാത്ത കുട്ടികൾക്ക് എന്താണ്? ഭാഷ പഠിക്കാനായിട്ട് പ്രയാസമുണ്ട്. ഉച്ചത്തിലുള്ള ശബ്ദം, ചെവിയിലെ അണുബാധ, ക്രയോൺസ് പോലെയുള്ള വസ്തുക്കൾ ചെവിയിൽ ഇടുന്നതെല്ലാം കുട്ടികളിലെ ബധിരതയുടെ പ്രധാന കാരണങ്ങളാണ്. ജനിക്കുമ്പോൾ ഉണ്ടാവുന്നത്, പിന്നെ ജനിച്ചു കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം അവർക്ക് ചെവി കേൾക്കാൻ കഴിയാണ്ട് വരുന്നതൊക്കെ ഏതിൻ്റെതാണ്? ബധിരതയാണ്. പിന്നെയും ചിലർക്ക് എന്താണ്? ശ്രവണ സഹായികൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ചിലർക്ക് ഈ വൈകല്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഫിസിക്കൽ ഡിസബിലിറ്റി ഇപ്പൊ തന്നെ പഠിച്ചൂലോ. ഫിസിക്കൽ ഡിസബിലിറ്റി നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ശാരീരിക വൈകല്യങ്ങൾ ഓർത്തൂലോ. അംഗവൈകല്യം ഉണ്ട്, അന്ധതയുണ്ട്, ബധിരതയും മൂകതയുണ്ട്. അത് ഓരോന്നും അറിയാലോ. അംഗവൈകല്യങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെയൊക്കെയാന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അന്ധത എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ബധിരതയും മൂകതയും നമ്മളിപ്പോ പറഞ്ഞു. പിന്നെ അടുത്തൊരു ഇങ്ങനെ വൈകല്യമുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് പരിചരിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അവരെങ്ങനെയൊക്കെയാണ്? സ്നേഹം, പരിചരണം, സഹായം, പ്രോത്സാഹനം, ഈ ഒരൊക്കെ രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ സമൂഹത്തിന്റെ ഉന്നത നിലയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാനും, അപ്പൊ ഇങ്ങനെ വികലാംഗനായ ഒരു കുട്ടികളെ സ്കൂളിൽ ഒരു പ്രത്യേക സ്കൂളിൽ പ്രവേശിപ്പിക്കുന്ന നല്ലതാണ്, അല്ലെ? അങ്ങനെയുള്ള പ്രത്യേക സ്കൂളുകളുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക്. അപ്പൊ അവരെ അവിടെ ചേർക്കുകയാണെങ്കിൽ അവർക്ക് അവരെ കൂടുതൽ ശ്രദ്ധിക്കാനും ഇതിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ കുഞ്ഞുങ്ങളെ ആ ഒരു രീതിയിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ സാധാ സ്കൂളിലാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വിടുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? മറ്റുള്ള കുട്ടികളുടെ ഒപ്പമുള്ള പരിഗണന ഇവർക്കും കിട്ടുള്ളൂ, അല്ലെ? അപ്പൊ ഇവരെ പഠിപ്പിക്കുന്നതിനൊക്കെ അതിന് പ്രത്യേക ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ പഠിപ്പിച്ചെടുക്കാനൊക്കെ എളുപ്പമുണ്ട്. സാധാ സ്കൂളുകളിലാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ആർ ദ വേരിയസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ചോദിച്ചിരിക്കുന്നതാണ്. എന്തൊക്കെയാണ്? ലൈംഗികതയിലൂടെ പകരുന്ന വിവിധതരം രോഗങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം HIV, AIDS അങ്ങനെയുള്ള രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു 4 കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എപ്പോഴും കേൾക്കണ ഒരു കാര്യമാണല്ലോ. RTI ഉണ്ട്, അല്ലെ? പിന്നെ STD ഉണ്ട്, എയ്ഡ്സ് ഉണ്ട്, HIV ഉണ്ട്. ഇങ്ങനെ നമുക്കറിയാം സെക്സിലൂടെ പകരുന്ന രോഗങ്ങളുടെ ഒരു ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓരോന്നും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. RTI അതിന്റെ ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്. എന്താണ് RTI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതിന്റെ ഫുൾ ഫോം എന്താണ്? അതൊന്ന് ഓർത്തോണം കേട്ടോ. RTI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ. RTI എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് RTI എന്ന് പറഞ്ഞതിന്റെ ഫുൾ ഫോം. അപ്പൊ ഇതെങ്ങനെയാണ്? സൂക്ഷ്മജീവികൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യുന്നു?
കോണ്ടാക്റ്റിലൂടെ എന്ത് ചെയ്യുന്നു, പകരുന്നു. അതിനെയാണ് നമ്മൾ എന്താ പറയാ RTI എന്ന് പറയുന്നത്. പിന്നെ STD എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതും അതുപോലെ തന്നെ ഏതിലൂടെയാണ്, കോണ്ടാക്റ്റിലൂടെ പകരുന്നതാണ്. അപ്പൊ അതിന്റെ അകത്ത് അതിന്റെ ലക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഈ രോഗങ്ങളുടെയൊക്കെ എന്താണ്, തൊണ്ടയിലും നമ്മൾ അങ്ങനെയുള്ള എന്താണ് വ്രണവും ചർമ്മത്തിൽ എന്താണ് പനിയും അങ്ങനെയുള്ള ഇതൊക്കെ അനുഭവപ്പെടുന്നു. കൈകാലുകളിൽ തടുപ്പ്, വായിലെ വെളുത്ത പാടുകൾ, അരിമ്പാറ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഇപ്പൊ എല്ലാം ഇതിന്റെ ലക്ഷണങ്ങൾ ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ ചെല്ലാം. ചിലപ്പോൾ എന്തെങ്കിലും അണുബാധ മൂലമോ അങ്ങനെയൊക്കെ ആയിരിക്കാം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുക. അല്ലെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ശുദ്ധമല്ലാത്ത വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ടാവാം, പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, സുരക്ഷിതമായിട്ടാണ് അല്ലെ നല്ലൊരു ജീവിതമാണ് നയിക്കുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതിന്റെ പ്രതിരോധ ശേഷിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഉചിതമായ വൈദ്യ ചികിത്സ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ആ രോഗങ്ങളുടെ പേരെന്ന് ഓർത്തോളൂ. RTI ഉണ്ട്, STD ഉണ്ട്, പിന്നെ എയ്ഡ്സ് നമ്മളെപ്പോഴും കേൾക്കണ ഒരു രോഗാവസ്ഥ അല്ലെ. അപ്പൊ അതിന്റെ ഫുൾ ഫോം ഒന്ന് ഓർത്തോളൂ. അക്യൂട്ട് ഇമ്മ്യൂണെ ഡെഫിഷ്യൻസി സിൻഡ്രോം, അതാണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇതും എന്ത് ചെയ്യുന്നു, ഒരാളിൽ നിന്ന് എന്ത് ചെയ്യുന്നു, മറ്റൊരാളിലേക്ക് പകരുന്നതാണ്. പിന്നെ എന്താണ്, ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ക്രമേണ നമ്മുടെ പ്രതിരോധ സംവിധാനത്തെയാണ് എന്ത് ചെയ്യുക, എയ്ഡ്സ് എന്ത് ചെയ്യുക ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗകാരികളുമായിട്ട് പോരാടാനുള്ള നമ്മുടെ ശരീരത്തിന് എന്തില്ലാണ്ട് വരും, കഴിവ് ഇല്ലാണ്ട് വരും. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ ശരീരത്തില് ഒരു എന്താണ് HIV വൈറസ് കയറി കഴിഞ്ഞാൽ ഒരു 10 വർഷത്തോളം നമുക്ക് യാതൊരുവിധ എന്താണ് രോഗലക്ഷണവും കാണില്ല. അതിനുശേഷമായിരിക്കും, ഒരു 10 വർഷത്തിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, രോഗലക്ഷണങ്ങൾ നമ്മളെ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് മറ്റൊരാളിലേക്ക് പകരാന് പകരും. ഈ 10 വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് യാതൊരുവിധ രോഗലക്ഷണങ്ങളും ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു അടയാളത്തിന്റെ ലക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് HIV അല്ലെങ്കിൽ എയ്ഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിർണ്ണയിക്കാനായിട്ട് പറ്റില്ല. എയ്ഡ്സിന്റെ എല്ലാ ലക്ഷണങ്ങളും ചിലപ്പോൾ വേറെ പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളായിരിക്കാം. അതുകൊണ്ട് ശരിയായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ HIV അണുബാധ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിർണ്ണയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെ, പല HIV എന്താണ് HIV എന്ന വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണെന്ന് പറയാ എയ്ഡ്സ് എന്ന് പറയുന്ന ആ രോഗം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഓർത്തു വെച്ചോണം, ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ 8 മുതൽ 10 വർഷം വരെ എന്ത് ചെയ്യും, അത് നിർജീവമായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇതുണ്ട്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, പകരും. പക്ഷേ നമുക്ക് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രോഗം ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ എന്ത് ചെയ്യും, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പകർന്നുകൊണ്ടിരിക്കും. എയ്ഡ്സിന് കാരണമായ വൈറസിനെയാണ് നമ്മൾ എന്ത് പറയാ, HIV എന്ന് വിളിക്കുന്നത്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതാണ് HIV എന്ന് പറയുന്നത്. അത് ആ ഫുൾ ഫോം ഒന്ന് ഓർത്തു വെച്ചോണം കേട്ടോ, അണ്ടർലൈൻ ചെയ്തോണേ. നിലവില് 2 തരം HIV-കളുണ്ട്, HIV-1, HIV-2 എന്നിവയുണ്ട്. രണ്ടും എന്തിനാണ്, എയ്ഡ്സിന് കാരണമാകുന്നു. റിട്രോ വൈറസ് എന്നറിയപ്പെടുന്ന നിരവധി വൈറസുകളുടെ കുടുംബത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ത് പറയാ, HIV എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ്, ഇതിന് പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. എപ്പോഴും ആളുകൾക്ക് എയ്ഡ്സ് വന്ന ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. കാരണം പല രീതിയിൽ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പകരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ്, അപ്പൊ എന്താണ്, സുരക്ഷിതത്വമില്ലാത്ത കോണ്ടാക്റ്റിലൂടെ വരാം, സൂചി അല്ലെ, സൂചി ഒരാൾ ഉപയോഗിച്ച സൂചി മറ്റൊരാൾ ഉപയോഗിക്കുന്നത് മൂലം വരാം, രക്തം കൊടുക്കുന്നത് മൂലം വരാം, അല്ലെങ്കിൽ അല്ലെ, രക്തം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്തം സ്വീകരിക്കുമ്പോഴും എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും സർജറികൾ നടത്തുമ്പോൾ അല്ലെ, അതിലൂടെ എന്ത് ചെയ്യാം, സർജറി നടത്തുന്ന ആൾക്ക് ഇപ്പൊ രോഗിക്കാണ് രോഗം ഉണ്ടായിരിക്കുന്നെങ്കിൽ അത് നടത്തുന്ന നേഴ്സിനോ ഡോക്ടറിനൊക്കെ വരാനുള്ള സാധ്യത കൂടുതൽ. കാരണം അവരുടെ കയ്യിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ എന്ത് ചെയ്യും, ഈ രോഗം നമ്മുടെ ശരീരത്തിൽ, ഈ രോഗാണു എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും നമുക്ക് അസുഖം ഉണ്ടാവുകയും ചെയ്യുന്നു.
അപ്പൊ എയ്ഡ്സിന്റെ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് എയ്ഡ്സ്. എയ്ഡ്സിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് HIV രോഗികൾക്കും എയ്ഡ്സ് രോഗികൾക്കും മറ്റു രോഗങ്ങളുടെ എല്ലാം ലക്ഷണങ്ങൾ ഉണ്ടാവും. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പൊ രക്തപരിശോധനയിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? HIV അല്ലെങ്കിൽ എയ്ഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പറയുന്ന രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എന്തെങ്കിലും വേറെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തോന്നാം. എന്താണ്? നിരന്തരമായ ക്ഷീണം ഉണ്ടാവാം, അല്ലെ? നമുക്ക് നമ്മുടെ ശരീരത്തിന് ബ്ലഡ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കടുത്ത ഭാരം കുറയല്, അല്ലെ? വേറെ ഏതെങ്കിലും അസുഖങ്ങളുടെ ഒക്കെ കാരണമായിട്ട് വരാൻ രാത്രിയിലെ വിയർക്കല്, ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന പനി, 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വയറിളക്കം, ഇതൊക്കെയാണ് HIV നമ്മുടെ എയ്ഡ്സിന്റെ രോഗലക്ഷണങ്ങളായിട്ട് പറയുന്നത്. പിന്നെയും പറയുന്നുണ്ട്, എപ്പോഴും മറ്റുള്ള രോഗത്തിന്റെ ലക്ഷണങ്ങളുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അപ്പൊ എങ്ങനെ വേണം നമുക്കിത് സ്ഥിരീകരിക്കാനായിട്ട്? രക്തപരിശോധനയിൽ മാത്രമേ ഇത് സ്ഥിരീകരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ HIV പരിശോധന എങ്ങനെയാണ്? അണുബാധ ഉണ്ടായ ശേഷമുള്ള ആദ്യത്തെ 3 മാസങ്ങളിൽ HIV ആന്റിബോഡികൾ വികസിക്കുന്നു. അതിനാൽ 3 മാസത്തിന് ശേഷം രക്തപരിശോധനയിലൂടെ എന്ത് ചെയ്യുക? HIV അണുബാധ കണ്ടെത്താനാവും. വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ ആന്റിബോഡികൾ വികസിക്കാൻ 6 മാസം വരെ എടുക്കൂ. അതിനാൽ 6 മാസത്തിന് ശേഷവും വീണ്ടും പരിശോധിക്കുന്നത് നല്ലതാണ്. പിന്നെ HIV പകരുന്ന രീതികളെ കുറിച്ച് നമ്മളിപ്പോ അത് ഡിസ്കസ് ചെയ്താണ്. വീണ്ടും അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇനി അടുത്തതാണ് TB ആണ്. ക്ഷയത്തെ കുറിച്ചാണ് പറയുന്നത്. അണുബാധ ഉണ്ടായ ശേഷം HIV ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ ഒരു വ്യക്തിയുടെ ശരീരം 2 മുതൽ 3 മാസം വരെ എടുക്കും. HIV അണുബാധയും എയ്ഡ്സും തമ്മിലുള്ള സമയദൈർഘ്യം 10ഓ അതിലധികമോ ആവാം. എന്നിരുന്നാലും എടുത്ത സമയം ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ ആളുകൾക്കും HIV എയ്ഡ്സ് നമ്മുടെ ശരീരത്തിൽ അതിന്റെ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സമയം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അത് ബാധിക്കാനുള്ള സമയം എങ്ങനെയായിരിക്കും? പല രീതിയിലായിരിക്കും. അപ്പൊ ഒരാളെ ചിലപ്പോൾ നമ്മുടെ രക്തത്തിലെ വൈറസിന്റെ അളവ്, വ്യക്തിഗത രോഗപ്രതിരോധ ശേഷി, കഠിനമായ അണുബാധ, ഉത്കണ്ഠ, വിഷാദം എന്നിവയൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇതിന്റെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും. അപ്പൊ എന്താണ്? അപകടകരമായ പുകവലി ഉണ്ടായി, അമിതമായ ക്ഷീണമുണ്ട്, കുറഞ്ഞ പോഷകാഹാരം, അമിതമായ മദ്യപാനം എന്നിവയൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലേക്ക് നേരത്തെ എയ്ഡ്സ് ബാധിക്കാനുള്ള അല്ലെങ്കിൽ വികസിക്കാനുള്ള ഒരു കാരണമായിട്ട് വരാം. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം? നല്ല രീതിയിലുള്ള ജീവിതം എന്ത് ചെയ്യുക? മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷ നേടാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ അടുത്തൊരു ചോദ്യം എന്താണ്? എക്സ്പ്ലെയിൻ ദ മിത്ത് ആൻഡ് മിസ്കൺസെപ്ഷൻ അബൌട്ട് HIV ട്രാൻസ്മിഷൻ. HIV പകരുന്നതിനെ കുറിച്ചുള്ള മിഥ്യാധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്കറിയാലോ, കൈ കോർത്ത് പിടിക്കുക, തൊടുക എന്നിവയിലൂടെ എന്ത് ചെയ്യില്ല? HIV എയ്ഡ്സ് പകരില്ല. പിന്നെ പാത്രങ്ങള്, കപ്പുകൾ, മറ്റു ഭക്ഷണ ഉപകരണങ്ങൾ എന്നിവ പങ്കിടുന്നതിലൂടെ ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല? രോഗം ബാധിക്കില്ല. ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നതിലൂടെ പകരില്ല. ഒരേ സ്ഥലത്ത് കളിക്കുന്നതിലൂടെ രോഗം പകരില്ല. വസ്ത്രങ്ങളും ഭക്ഷണവും പങ്കിടുന്നതിലൂടെ പറ്റില്ല. കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യില്ല? രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. ഒരേ മുറിയിൽ ഉറങ്ങുന്നതിലൂടെ നമുക്ക് രോഗം ബാധിക്കില്ല. ടോയ്ലറ്റ്, ബാത്റൂം, നീന്തൽക്കുളം എന്നിവ പങ്കിടുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യില്ല? ഈ രോഗം പിടിപെടില്ല. പിന്നെ ഒരു ചോദ്യം ചോദിച്ചിരിക്കണം, എന്താണ്? വാട്ട് ഈസ് എ സേഫ് മദർഹുഡ്? എക്സ്പ്ലെയിൻ ഇറ്റ്. എന്താണ് സുരക്ഷിത മാതൃത്വം എന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, എല്ലാ ജീവിതങ്ങളും എങ്ങനെയാണ്? വിലപ്പെട്ടതാണ്, അല്ലെ? അപ്പൊ ഒരു കുടുംബത്തില് ആരോഗ്യവാനായിരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ വീട്ടിൽ എത്ര കുടുംബാംഗങ്ങളുണ്ട്, എല്ലാവർക്കും എന്താണ് ആരോഗ്യം എന്ന് പറയുന്നത്? ആരോഗ്യം ആരാ ഉണ്ടാക്കണത്? നമ്മൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ആൾക്കാരല്ലേ? വേറെ ഒരാളും അല്ല. എപ്പോഴും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്ക് ഓരോരുത്തർക്കും ആണ്, അല്ലെ? അപ്പൊ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മൾ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യവും എന്നാൽ ചെയ്യേണ്ടതായ ഒരു കാര്യമാണ് എന്ന് പറയാൻ, നമ്മുടെ ഹെൽത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ആണ്. നമ്മുടെ ബോഡിയെ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് സമയക്കുറവുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും, അല്ലെ? അപ്പൊ പലതും നമ്മൾ ഏറ്റവും കൂടുതൽ മാറ്റിവെക്കുക ആരുടെ ആരോഗ്യത്തെ കുറിച്ചായിരിക്കും? നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചായിരിക്കും. പക്ഷെ ആ മാറ്റിവെക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? പല പല കാര്യങ്ങളും നമ്മുടെ ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങും? അഫക്ട് ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലെ? അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാം? ഇപ്പൊ
മഴക്കാലൊക്കെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് കാലും കൈയൊക്കെ എക്സാമ്പിളായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയില്ലെങ്കിൽ എന്ത് ചെയ്യും, പലതരം ചെളികളും ഒക്കെ നമ്മുടെ ചെരുപ്പിന്റെ ഈ ചെരുപ്പിലും നമ്മുടെ നഖത്തേലും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചെളിയിലൊക്കെ ഒന്ന് ചവിട്ടിയിട്ടുണ്ട് എന്ത് ചെയ്യാൻ, ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കാലിൽ നന്നായിട്ട് കഴുകുക. ഇപ്പൊ വളങ്കടി പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് പറ്റും അല്ലെ. പിന്നെ 2 നേരം കുളിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. പിന്നെ എന്താണ്, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ബോഡി നമുക്ക് പനിയൊക്കെ വരികയാണ് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, പണ്ടത്തെ പോലെ നമുക്ക് നാട്ടു ചികിത്സ കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. നമുക്ക് നമ്മളെ എന്ത് ചെയ്യും, പല രീതിയിൽ അഫക്ട് ചെയ്യും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കഴിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ ചെല്ലുക, അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ. നമ്മുടെ ബോഡി വീക്ക് ആവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവോ അതെല്ലാം നമ്മൾ ചെയ്യുക. ശരിയായ ചിട്ടയോടുള്ള ഭക്ഷണം അല്ലെ, എല്ലാത്തരം ഭക്ഷണവും കഴിക്കണം. അത് എങ്ങനെയായിരിക്കണം, ചിട്ടയോടുകൂടി കഴിക്കണം. അതൊക്കെയാണ് നമ്മുടെ ഹെൽത്ത് നിലനിർത്താനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ. എപ്പോഴും ഓർത്തു വെച്ചോടുക, നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലെ. അത് മറ്റൊരാളല്ല നമ്മുടെ ആരോഗ്യം നോക്കേണ്ട, ആരാണ്, നമ്മൾ തന്നെയാണ്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി എന്ത് ചെയ്യുക, നമ്മുടെ ശരീരം കാത്ത് സൂക്ഷിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഇങ്ങനെ ഒരു ചിട്ടയോടുകൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താണ്, ഒരുമാതിരിയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. നമുക്ക് എപ്പോഴും എന്ത് വേണം, നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങൾ നമ്മളെ അഫക്ട് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും അല്ലെ. നമ്മൾ പൊതുവെ ഇറങ്ങി നടക്കുന്ന ആളുകളാണ്. അപ്പൊ പലതരത്തിലുള്ള രോഗങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ ചെന്നാലും നമുക്ക് ചിലപ്പോൾ പിടിപെടാം. എപ്പോഴും എന്ത് ചെയ്യാം, പനി അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്ത് ബസ്സിലൊരു പനി ഉള്ള ആളുണ്ട്, ചുമയുള്ള ആളുകളുണ്ടെങ്കിൽ ഓൾറെഡി എന്ത് ചെയ്യും, നമുക്കും പിടിപെടാം. പക്ഷെ അത് കൂടുതലാവാണ്ടിരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ രോഗങ്ങൾ എന്ത് ചെയ്യുക, അഫക്ട് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെയാണ് എന്താണ് സേഫ് മദർഹുഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എപ്പോഴും സാധാരണ ആർക്കായിരിക്കും, സ്ത്രീകൾക്കായിരിക്കും അല്ലെ. ഗർഭാവസ്ഥയിൽ അതുപോലെ പ്രസവ സമയത്ത് മരണനിരക്ക് അല്ലെങ്കിൽ രോഗാവസ്ഥ കുറയ്ക്കുന്നതിന് ലോകമെമ്പാടുമുള്ള ശ്രമമാണ് സുരക്ഷിത മാതൃത്വം എന്ന് പറയണത് അല്ലെ. ഇപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ മാതൃ മരണനിരക്കൊക്കെ വളരെ കുറവാണ് അല്ലെ. ഏറ്റവും കൂടുതൽ മാതൃമരണ നിരക്ക് സംഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. പക്ഷെ നമ്മുടെ കേരളത്തിൽ അതിനൊരു എന്തുണ്ട്, കേരളത്തില് അങ്ങനെ ഒരു ഇത് വളരെ കുറവാണ് അല്ലെ. ഇന്ത്യയിലെ 132 സ്ത്രീകൾ ഗർഭിണികളാണെങ്കിൽ അവരിൽ ഒരാൾ എന്ത് ചെയ്യാനുള്ള സാധ്യത, മരിക്കാൻ ഇടയുണ്ട്. അത് മൊത്തം നമ്മുടെ ഇന്ത്യ ഓൾ ഓവർ ആണ്. ലോകമെമ്പാടും പ്രതിവർഷം എന്താണ് 6 ലക്ഷം സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, ഗർഭാവസ്ഥയിലും പ്രസവവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ മൂലം എന്ത് ചെയ്യുന്നുണ്ട്, മരിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ സ്ത്രീകളുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വളരെ ചെറുപ്രായത്തിലെ ഗർഭധാരണം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. 18 വയസ്സിന് മുൻപും 35-37 വർഷത്തിന് ശേഷവും എന്ത് ചെയ്യുക, ഗർഭധാരണം ഒഴിവാക്കുക. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇത് 18 വയസ്സിന് മുന്നേ ആണെങ്കിലും 35-37 വയസ്സിന് ശേഷമാണെങ്കിലും എന്ത് ചെയ്യും, അത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതാണ് മാനസിക വൈകല്യം എന്ന് പറഞ്ഞാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തത് മെന്റൽ റിട്ടാർഡേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് മാനസിക വൈകല്യം എന്ന്, കുട്ടിയുടെ മാനസിക വികാസത്തിലെ കാലതാമസം അല്ലെങ്കിൽ മന്ദതയാണ് നമ്മൾ എന്താ പറയാ, മാനസിക വൈകല്യം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ മാനസിക വൈകല്യമുള്ള കുട്ടികൾ അവരെങ്ങനെയായിരിക്കും, അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാനുള്ള കാലതാമസമാണ് ഈ പറയുന്നത്. അപ്പൊ പല രീതിയിലാണ് വരുന്ന തലച്ചോറിന്റെ വികാസത്തെ ബാധിക്കുന്ന രോഗങ്ങൾ അഫക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അവർക്ക് എന്ത് ചെയ്യാം, മാനസിക വൈകല്യങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ മസ്തിഷ്ക മുഴകള്, കീടനാശിനികളിൽ നിന്നുള്ള വിഷം, തലച്ചോറിലേക്ക് ഓക്സിജന്റെ അഭാവം, ജനനസമയത്ത് ഉപയോഗിച്ച ഉപകരണങ്ങളിൽ നിന്ന് തലച്ചോറിനുണ്ടാവുന്ന ക്ഷയം, ഇതൊക്കെ ക്ഷതം എന്നിവയ്ക്ക് എന്താണ് ഇങ്ങനെയുള്ള മാനസിക വൈകല്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് മാനസിക വൈകല്യമുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കാമെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ മണ്ടനെന്ന വിഡ്ഢികളെന്ന് വിളിക്കാൻ പാടില്ല. അവരെ എന്ത് ചെയ്യും, അത് വേദനിപ്പിക്കും അല്ലെ. പിന്നെ കുട്ടികളെ താങ്ങാവുന്ന നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവരെ താങ്ങേണ്ട സമയത്ത് എന്ത് ചെയ്യുക, താങ്ങി നിർത്താനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ അവരെ ഓരോന്നും ചെയ്യാനുള്ള സമയം എടുക്കും, എങ്കിലും അവരെ തനിയെ ചെയ്യാനായിട്ട് വിടുക. പിന്നെ എന്താണ്, കുട്ടികളെ സാവധാനം വസ്ത്രധാരണം ചെയ്യാനും വസ്ത്രം അല്ലെ, അവര് തന്നെ അവരെ ഡ്രസ്സ് ഇടാൻ പഠിപ്പിക്കുക, ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ
വീട്ടു ജോലികളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവരെ സ്വന്തം ഇച്ചിരി പതുക്കെ സ്ലോയിലായിരിക്കും ചെയ്യുക. വീട്ടിലെ ജോലികളൊക്കെ പതുക്കെ ഓരോന്നും ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യാം, പ്രേരിപ്പിക്കാം. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള കുട്ടികൾ എന്ത് ചെയ്യാം, പ്രത്യേക സ്കൂളുകളിൽ ചേർക്കുക. അപ്പൊ അവിടെ വേറെ ഇതുപോലെയുള്ള കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് തമ്മിലൊരു പ്രശ്നം ഉണ്ടാവില്ല. സാധാരണ സ്കൂളിൽ ചേർക്കുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള കുട്ടികളെ മറ്റു കുട്ടികളും ആണെങ്കിലും എന്ത് ചെയ്യാനോ, കളിയാക്കാനും വേദനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവരെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള പ്രത്യേക സ്കൂളുകളിലൊക്കെ ചേർക്കുക. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെയാണ് എന്താണ് സുരക്ഷിതമായ മാതൃത്വത്തിനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നതാണ് നമ്മൾ എന്താണ് ഗർഭാവസ്ഥ ഡോക്ടറെ നഴ്സിനെയൊക്കെ പിന്നെ ഡെലിവറി സമയത്തെ കേസുകളൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാലോ. പിന്നെ ഐഡന്റിഫൈ 2 മേജർ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് വിത്ത് സ്പാറ്റിക് ചിൽഡ്രന്റെ നേരിടുന്ന പ്രധാന ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. എവിടെയാണ് നമ്മൾ പഠിച്ചേ, ഡിസേബിൾഡ് ചിൽഡ്രന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പൊ അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ള കുട്ടികൾ, പേശി അല്ലെ, ആ പേശിയുടെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. പേശികൾ അനക്കാൻ വയ്യാത്ത ആ കുട്ടികളെ നമ്മൾ പറയുന്ന ഒരു പേര് നമ്മൾ പറഞ്ഞായിരുന്നു, സ്പാറ്റിക് എന്ന് പറഞ്ഞായിരുന്നു കുട്ടികൾക്ക്. അപ്പൊ അവർക്ക് കൈകള് അല്ലെങ്കിൽ തല, കാലുകൾ ഇവ മന്ദഗതിയിലും തെറ്റായ രീതിയിലും ആയിരിക്കും എന്ത് ചെയ്യുക, ചലനങ്ങള്. ഇങ്ങനെയുള്ള കുട്ടികളെ അവരുടെ ഓരോ കുട്ടിക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഈ പേശികൾ അലക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിന്റെ അളവ് എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും, പല രീതിയിലായിരിക്കും അല്ലെ. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. പേശികൾ അനക്കുന്ന ഒരു ഇതാണ് പറയുന്നത്. ആ പേരൊന്ന് ഓർത്തു വെച്ചാൽ എന്നാന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എഴുതാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള മൊഡ്യൂൾ 5ലേക്ക് വരികയാണെങ്കിൽ 24ാമത്തെ ചാപ്റ്റർ ആണ്, ഫാബ്രിക് കൺസ്ട്രക്ഷൻ ആണ് ഇനിയുള്ളത്. ഇരുപത്തിനാലാമത്തെ ചാപ്റ്റർ എടുക്കൂ കേട്ടോ. ബാക്കി കുറച്ച് ചാപ്റ്ററുകൾ നമുക്ക് ഒഴിവാക്കിയേക്കുന്നതാണ്. അതിനകത്ത് ഒന്നാമത്തെ ചോദ്യമായിട്ട് കൊടുത്തേക്കുന്നത് എന്താണ്, നമ്മളോട് എന്താണ് ഫാബ്രിക് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫാബ്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് തരം ക്ലോത്തിനെയും നമ്മൾ എന്ത് പറയുന്നു, ഫാബ്രിക്കിനെ, ഒരു പീസ് ക്ലോത്തിന് നമ്മൾ എന്ത് പറയുന്നു, തുണി എന്ന് പറയുന്നു അല്ലെ, ഫാബ്രിക് എന്ന് പറയുന്നു. അപ്പൊ തുണി നിർമ്മാണത്തിനെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഇപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, എന്യൂമറേറ്റ് ദ വേരിയസ് മെത്തേഡ് ഓഫ് ഫാബ്രിക് മേക്കിംഗ്. വിവിധ രീതിയിലുള്ള വസ്ത്ര നിർമ്മാണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തുണികൾ നിർമ്മിക്കുന്നതിന് താഴെ പറയുന്ന രീതികളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒന്ന് ഓർത്തു വെച്ചോണേ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോണേ. വീവിംഗ് ഉണ്ട്, സ്നീറ്റിംഗ് ഉണ്ട്, നോൺ വോവൻ ഉണ്ട്, ബ്രെഡഡ് ഉണ്ട്, നെറ്റ്സ് ഉണ്ട്, ലൈഡഡ് ഉണ്ട്, അങ്ങനെ കുറെ പേരുകൾ. ഒന്നാമത്തെ ഏതാണ്, എക്സ്പ്ലെയിൻ വീവിംഗ്. വീവിംഗ് എന്ന് പറഞ്ഞാൽ നെയ്ത്താണ്, തുണി നെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയാ, വീവിംഗ് എന്ന് പറയാ കേട്ടോ. തുണി നിർമ്മിക്കുന്നതിന് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന രീതിയാണ് വീവിംഗ് അല്ലെങ്കിൽ നെയ്ത്ത്. ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് 162ാമത്തെ പേജാണ്, ഗൈഡിന്റെ അകത്ത് 118. അപ്പൊ തുണി നിർമ്മിക്കുന്നതിന് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന രീതിയാണ് എന്ന് പറയാ, വീവിംഗ് എന്ന് പറയാ. നൂലുകൾ എങ്ങനെ നെടുകയും കുറുകയും ഒന്നിടവിട്ട് വരത്തക്ക വിധത്തിൽ കോർത്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, വീവിംഗ് എന്ന് പറയുക. തുണി നെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ, തറകളിലൊക്കെ തുണി നെയ്യുന്ന കണ്ടിട്ടുണ്ടാവും അല്ലെ നിങ്ങൾ. പടത്തിലെങ്കിലും കണ്ടിട്ടില്ല, ഇങ്ങനെ നെടുകയും ഇങ്ങനെ കുറുകയും ഇടുന്ന കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വീവേഴ്സ്. വിവിധ തരത്തിലുള്ള വീവ്സ്, നെയ്ത്തുകള് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഒന്നാമത്തെ ഏതാണ്, പ്ലെയിൻ വീവ് ഉണ്ട്, 12 വീവ് ഉണ്ട്, സാറ്റിൻ വീവ് ഉണ്ട്. അങ്ങനെ 3 ടൈപ്പാണ് വീവ്, നെയ്ത്തുകൾ 3 തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ളത്, നെടുകയും കുറുകയും ഇട്ടുകൊണ്ട് നൂല് ഒന്നിടവിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞ പ്ലെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ 12 വീവ് ഉണ്ട്, ഈ 2 നൂലുകൾ നെടുകയും കുറുകയും ഇടയ്ക്കിടെ കോർത്ത് നെയ്തെടുക്കുന്നതിനാണ് 12 വീവ് എന്ന് പറയുന്നത്. സാധാരണയായി പുരുഷന്മാർ ഉപയോഗിക്കുന്ന സൂട്ടുകളും കോട്ടുകളും എല്ലാം ഇപ്രകാരം നെയ്തെടുക്കുന്നവയാണ്. ഇച്ചിരി കട്ടി കൂടിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ
ഇച്ചിരി നല്ല കനത്തില് അല്ലെ, അതിന് നമ്മൾ പറയുന്നതാണ് 12 വീവ് എന്ന് പറയും. പിന്നെ സാറ്റിൻ വീവ്, സാറ്റിന്റെ പ്രത്യേകത നൂലുകൾ വളരെ അകലത്തിലായിരിക്കും കോർത്തെടുക്കുന്നത്. ഇങ്ങനെ കോർത്തെടുക്കുന്നതുകൊണ്ട് തുണിയുടെ പ്രതലത്തിന് എങ്ങനെയായിരിക്കും, നല്ല തിളക്കവും മിനുസവും അനുഭവപ്പെടുന്നു. പക്ഷെ ഇപ്രകാരം നെയ്തെടുക്കുന്ന തുണികൾക്ക് പൊതുവെ എങ്ങനെയായിരിക്കും, ബലം കുറവായിരിക്കും. ഇപ്പൊ 3 ടൈപ്പ് ഉണ്ട്, പ്ലെയിൻ വീവ് ഉണ്ട്, 12 വീവ് ഉണ്ട്, സാറ്റിൻ വീവ് ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് ആണ് ഉള്ളത്. അടുത്തതാണ് വാട്ട് ഈസ് കൈനിറ്റിംഗ്. കൈനിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നൂല് സൂചിയിൽ കോർത്തെടുത്ത് കൂട്ടിക്കൊളുത്തി തുണി നെയ്തെടുക്കുന്ന രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, കൈനിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ബനിയൻ, അടിവസ്ത്രങ്ങൾ, സെക്ടർ മുതലായവ ഈ രീതിയിൽ എന്ത് ചെയ്തതാണ്, നെയ്തെടുക്കുന്നതാണ്. പിന്നെ അടുത്തൊരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്, വീവിങ്ങും കൈനിറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളായിട്ട് വരുന്നത്, നെയ്യുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ സൂചിയിൽ കോർത്തെടുത്തിട്ട് നെയ്തെടുക്കുന്നതുമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, നൂലുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസങ്ങൾ, ഉപയോഗിക്കുന്ന ഉപകരണത്തിൽ വ്യത്യാസമുണ്ട്, നെയ്തെടുക്കുന്ന വസ്ത്രത്തിൽ വ്യത്യാസമുണ്ട്, അതിന്റെ സംരക്ഷണം, ഡിസൈൻ, ഉപയോഗം, ഇവയെല്ലാം എന്താണ് വ്യത്യാസങ്ങളുണ്ട്. 2 സെറ്റ് നൂലുകൾ നെടുകയും കുറുകയും എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നെയ്ത്ത് യന്ത്രത്തില് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന മെഷീൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. മിനുസമുള്ളതും നല്ല ബലമുള്ളതുമായിരിക്കും തുണി. പിന്നെ ഇത് കഴുകി തേച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ വിവിധ തരത്തിലുള്ള നൂലുകൾ ഉപയോഗിച്ച് പ്രത്യേക ഡിസൈനുകൾ ഉണ്ടാക്കാം. ബെഡ്ഷീറ്റ്, കർട്ടനുകൾ, മേശവിരികൾ, ഫർണിഷിംഗ് അങ്ങനെയുള്ള ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തെടുക്കാനായിട്ട് പറ്റും. അത്രയൊക്കെയുള്ളൂ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിച്ചേക്കുന്നത്, വാട്ട് ഈസ് ദ 12 വീവ് യൂസ്ഡ് ഫോർ യുവർ ജീൻസ്. എന്തുകൊണ്ടാണ് ജീൻസ് മുതലായവ തയ്ക്കുന്നതിന് 12 വീവ് ഉപയോഗിക്കുന്നത്? നമ്മൾ പറയുന്ന അത് ഏതൊക്കെ വീവ് ഉണ്ടെന്നൊന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ ആ 3 എണ്ണം, പ്ലെയിൻ വീവ് ഉണ്ട്, 12 വീവ് ഉണ്ട്, അതെ, അതിനെ കുറിച്ച് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ കൈനിറ്റിങ് എന്നാന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്തുകൊണ്ടാണ് ജീൻസ് മുതലായവ തയ്ക്കുന്നതിന് 12 വീവ് ഉപയോഗിക്കുന്നത്? 12 വീവിലൂടെ ഉണ്ടാക്കുന്ന തുണികൾ വലിവുള്ളതും ചൂടിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളതുമാണ്. ജീൻസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ജീൻസ് പോലെയുള്ള വസ്ത്രങ്ങൾ തയ്ക്കുന്നതിന് ഇത്തരം തുണികൾ ഉപയോഗിക്കുന്നത്. അല്ലെ, ജീൻസ് ഉപയോഗിക്കുന്ന ഏത് ടൈപ്പിലാണ്, 12 വീവ് ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നത്, രണ്ടാമത് നെടുകയും കുറുകയും ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, അടുപ്പിച്ച് എടുക്കുന്നത് അല്ലെ. പിന്നെ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഡ്രസ്. വസ്ത്രധാരണത്തിന്റെ ധർമ്മം എന്ത്, നമുക്ക് പറയേണ്ട തന്നെ അറിയാലോ, നമ്മൾ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ ചടങ്ങിലും വസ്ത്രങ്ങൾ നിർണായക സ്ഥാനമുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. വസ്ത്രങ്ങൾ നമ്മുടെ വ്യക്തിത്വം വർദ്ധിപ്പിക്കുന്നു. സമയത്തിനും സന്ദർഭത്തിനും അനുയോജ്യമായ വസ്ത്രധാരണം ഒരു വ്യക്തിയുടെ സ്വഭാവം, അഭിരുചി, സാമൂഹ്യ നിലവാരം ഇവ കൂടാതെ മറ്റു പല വിശേഷ ഗുണങ്ങളും എന്ത് ചെയ്യുന്നു, വ്യക്തമാക്കുന്നു. ഒരു വ്യക്തി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും അയാളുടെ മതവും തൊഴിലും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരു വസ്ത്രധാരണത്തിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാന്ന് നോക്കിക്കേ അല്ലെ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണല്ലോ. നമ്മള് ഇപ്പൊ ഒരു എന്താണ്, ഒരു ഫംഗ്ഷനാണ് പോകുന്നെങ്കിൽ നമ്മുടെ വസ്ത്രം എങ്ങനെയായിരിക്കും, നല്ല വില കൂടിയ വസ്ത്രങ്ങൾ, നല്ല തിളക്കമുള്ള വസ്ത്രങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മളൊരു മരണ വീട്ടിലേക്കാണ് പോണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും, അതിൻ്റെതായ താരതമ്യം കുറഞ്ഞൊരു ഡ്രസ്സായിരിക്കും നമ്മൾ ഉപയോഗിക്കുക അല്ലെ, വലിയ തിളക്കം കുറഞ്ഞൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പം പിന്നെ എന്താണ്, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും നമ്മുടെ തൊഴിലും മതവും ഒക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ നമ്മള് ഡ്രൈവേഴ്സ് അവര് ധരിക്കുന്ന ഷർട്ട് അല്ലെ, കാക്കി പോലീസുകാരുടെ ഡ്രസ്സുകൾ, അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില കമ്പനികളുടെ അവര് ഉപയോഗിക്കുന്ന അല്ലെ, ഓരോ കമ്പനിക്കാർക്കും അവരുടേതായ ഡ്രസ്സ് കോഡുകളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവർ ധരിക്കുമ്പോൾ നമുക്കറിയാം അവർ എവിടുത്തെ ജോലിക്കാരാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഏതാണ്, അടുത്ത നമുക്ക് ഉള്ളത് 26ാമത്തെ ചാപ്റ്ററേ ഉള്ളൂ കേട്ടോ. സെലക്ഷൻ ഓഫ് ടെക്സ്റ്റൈൽ ആൻഡ് ക്ലോത്തിങ് 26ാമത്തെ ചാപ്റ്റർ ആണ്. ഏതാണ്, സെലക്ഷൻ ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ്
ക്ലോത്തിങ് നമ്മൾ അതിന്റെ ഒരു സെലക്ഷൻ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനകത്ത് ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോണേ. വൺ വേർഡുകൾ ഉണ്ട്. അപ്പൊ ഏതാണ് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലേബൽ ആൻഡ് മാർക്കിങ്? 26ാമത്തെ ചാപ്റ്റർ ആണ്. ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുന്നവര് പേജ് നമ്പർ 186 ആണ് കേട്ടോ. സെലക്ഷൻ ഓഫ് ടെക്സ്റ്റൈൽ ആൻഡ് ക്ലോത്തിങ് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് പേജ് നമ്പർ 186 ആണ്. ഇപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലേബൽ ആൻഡ് എ മാർക്കിങ്? ലേബൽ അല്ലെങ്കിൽ മാർക്കിങ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിക്കും. നമ്മൾ വാങ്ങുന്ന വസ്ത്രങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയ ചെറിയ കുറിപ്പുകൾ ഉണ്ടാവും. ഇതിന് നമ്മൾ എന്ത് പറയുന്നു? ലേബൽ എന്ന് പറയുന്നു. ഈ ലേബലിൽ നിന്നും വസ്ത്രത്തിന്റെ നിർമ്മാണം, അതിന്റെ വില, നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം ഉണ്ടാവും. ഇത് ഉപഭോക്താക്കൾ വഞ്ചിതരാകാതിരിക്കാനായിട്ട് കാരണമാകും. നമ്മൾ ചില വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ ഉള്ളില് അല്ലെ ജീൻസ് അല്ലെങ്കിൽ ബനിയനുകള്, ഷർട്ടുകളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ ചെറിയൊരു എന്താണ് ലേബല് കൊടുത്തിട്ടുണ്ടാവും. ഒരു വെള്ള തുണി കൊണ്ട് തന്നെയായിരിക്കും, ചിലപ്പോ ചെറിയ നൈസായിട്ടൊരു തുണിയിലായിരിക്കും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ എന്താ പറയാ? ലേബൽ എന്ന് പറയാം. അപ്പൊ അതിന്റെ അകത്ത് കൊടുക്കും ഇത് ഏത് ടൈപ്പ് തുണിയാണെന്ന് കൊടുത്തിട്ടുണ്ടാവും, ഇത് ഏത് രീതിയിലാണോ വാഷ് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ടാവും, അല്ലെ? ചിലത് അതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും ഡിറ്റർജന്റ് ഉപയോഗിക്കാൻ പാടില്ല, ചിലത് എന്ത് ചെയ്യാൻ, ചിലത് വെയിലത്തിടരുത്, ചില തുണികൾ അതിന്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും എങ്ങനെയാണ് ഷെയ്ഡിലിട്ട് ഉണക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് മനസ്സിലാവും ഏത് കമ്പനിയുടെയാണ്, അവരെങ്ങനെയൊക്കെയാണ് അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന്. അതിനാണ് നമ്മൾ എന്താ പറയാ? ലേബൽ എന്ന് പറയാ. ഉൽപ്പന്നത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി വസ്ത്രത്തിന്റെ അരികിലോ മറ്റ് ചില ഡിസൈനുകളോട് കൂടിയ ഷേപ്പുകളോ പ്രിന്റ് ചെയ്ത് ചേർക്കാറുണ്ട്. ഇനിയാണ് നമ്മൾ എന്ത് പറയാ? മാർക്കിംഗ് എന്ന് പറയുന്നത്. ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നത്തിന്റെ വിവരങ്ങൾ അറിയുന്നതിന് മാർക്കിങ്ങിനേക്കാൾ ലേബലിംഗ് ആണ് സൗകര്യം. ചില കമ്പനികളുടെ മാർക്കിങ് ചിലപ്പോൾ പോക്കറ്റിന്റെ അവിടെയോ അല്ലെ ജീൻസ് ആണെങ്കിൽ അതിന്റെ ഒരു മാർക്കിങ് കാണത്തില്ല, ഇച്ചിരി കട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവും. ഒരു എന്താണ് ലെതറിന്റെ പോലെയുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചായിരിക്കും ജീൻസിന്റെ ഒക്കെ സൈഡിൽ വെച്ചേക്കുക, ബനിയനുകളിൽ ഉണ്ടാവും. അങ്ങനെ എല്ലാ ഡ്രസ്സുകളിലും പല രീതിക്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ഇത് ഏത് കമ്പനിയുടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിന് നമ്മൾ എന്താ പറയാ? മാർക്കിംഗ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കിങ്ങിനേക്കാളും ഗുണകരം ഏതാണ്? ലേബലുകളാണ്. എന്താണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തതാണ് ഡിഫൈൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേബലിംഗ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേബലിംഗ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വിശദമായിട്ട്. ഒന്ന് ബ്രാൻഡ് ലേബൽസ് ഉണ്ട്. ബ്രാൻഡ് ലേബൽസ് ചില വലിയ ലേബൽ കമ്പനികളുടെ പേരോ എംബ്ലമോ ചിഹ്നമോ ലേബലിൽ കണ്ടാൽ തന്റെ കമ്പനിയെ കുറിച്ച് വിശദ വിവരങ്ങൾ ഗുണഭോക്താക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. ബോംബെ ഡൈയിങ് ഉദാഹരണമാണ്. ഇതിനെ ബ്രാൻഡ് ലേബൽ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ചില വസ്ത്രങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഷർട്ടുകളുടെ ഒക്കെ പല കമ്പനികൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഒരുപാട് ടൈപ്പ് കമ്പനീസ് ഉണ്ടാവും, നല്ല അല്ലെ? ബോംബെ ഡൈയിങ് ഉണ്ട്, പിന്നെ ഏതാണ് ഓട്ടോയുണ്ട്, അങ്ങനെ ഒരുപാട് ഷർട്ടുകളുടെ അല്ലെ? വി സ്റ്റാർ ചുരിദാറുകളുണ്ട്, അങ്ങനെ കാഞ്ചീപുരം ബനാറസ് സാരികളുടെ ഒക്കെ ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെയും ബ്രാൻഡ് നെയിം അറിയുമ്പോൾ തന്നെ ആ വസ്ത്രത്തിനെ കുറിച്ച് കമ്പനികളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിശദമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ എന്താ പറയാ? ബ്രാൻഡ് ലേബൽ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിസ്ക്രിപ്റ്റീവ് ലേബൽ. ഡിസ്ക്രിപ്റ്റീവ് ലേബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപ്പന്നത്തിന്റെ വലിപ്പം, അളവ്, വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം വിവരിക്കുന്ന ലേബലുകളാണ് എന്ന് പറയാ ഡിസ്ക്രിപ്റ്റീവ് ലേബൽ എന്ന് പറയുന്നത്. പിന്നെ ഏതാണ്? സർട്ടിഫിക്കേഷൻ ലേബൽ ഉണ്ട്. ചില ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് ഏജൻസികളോ മറ്റോ നൽകിയിട്ടുള്ള അംഗീകാരങ്ങള്, സർട്ടിഫിക്കറ്റുകൾ മുതലായവ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതിനെയാണ് സർട്ടിഫിക്കേഷൻ ലേബൽസ് എന്ന് പറയാം. ചിലതിൻ്റെ അകത്ത് ഏതാണ്? ഊൾ മാർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്താണ്? നല്ല ഉൽപ്പന്നം എന്നൊക്കെ പറഞ്ഞ് വേറെ എവിടെയെങ്കിലും കമ്പനികളൊക്കെ ഇവർക്ക് എന്ത് കൊടുക്കുന്നതാണ്? സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതാണ്. പിന്നെ എന്താണ്? കെയർ ലേബൽ ഉണ്ട്. ചില ഉൽപ്പന്നങ്ങളിലെ ലേബലുകളിൽ മുന്നറിയിപ്പ്, സൂചന മുതലായവ ഉണ്ടാവും. ഇതിനെയാണ് കെയർ ലേബൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ചില ഉൽപ്പന്നങ്ങളുടെ ഉള്ളിൽ നമ്മുടെ ലേബലിന്റെ അകത്ത് തന്നെ ചിലപ്പോൾ ഒരുപാട് ലേബലൊന്നും ഉണ്ടാവില്ല, ഒരെണ്ണം ഉള്ളൂ, അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും ഇത് എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്. ചിലത് ഡ്രൈ ക്ലീൻ ആയിരിക്കും, അല്ലെ? നേരെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കരുത് എന്നൊക്കെ പറഞ്ഞ അതിന്റെ മുൻകരുതലുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ടൈപ്പ് ഓഫ് ലേബലിംഗ് എത്ര എണ്ണം ഉണ്ട്? നമ്മളിപ്പോ പഠിച്ചുല്ലോ. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടോ? ഇൻഫോർമേറ്റീവ് ലേബൽ ഉണ്ട്.
ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നത്തെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ നൽകുന്ന ലേബലുകളാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫോർമേറ്റീവ് ലേബിൾസ്. അപ്പൊ എത്രണ്ണം ഉണ്ട്? 5 ഉണ്ട് ലേബലിംഗ്. ഒന്ന് ഏതാണ്? ബ്രാൻഡ് ലേബല്. രണ്ടാമത്തെ ഏതാണ്? ഡിസ്ക്രിപ്റ്റീവ് ലേബല്. മൂന്നാമത്തെ ഏതാണ്? സർട്ടിഫിക്കേഷൻ ലേബൽ ഉണ്ട്. നാലാമത്തെ ഏതാണ്? കെയർ ലേബൽ ഉണ്ട്. അഞ്ചാമത്തെയാണ് ഇൻഫോർമേറ്റീവ് ലേബൽ. ഇനി അടുത്തേതാണ്? വാട്ട് ആർ ദ ഡിഫറെന്റ് മാൽ പ്രാക്ടീസസ് പ്രിവൈലിംഗ് ഇറ്റ് സെല്ലിംഗ് പ്രാക്ടീസസ് ഫാബ്രിക്. എന്താണ്? തുണി ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കൃത്രിമത്വങ്ങൾ ഏതൊക്കെയാണ്? എങ്ങനെയാണ്? എപ്പോഴും വരുന്ന ഏതാണ്? നമ്മൾ വലിയ കമ്പനികളുടെ ഉൽപ്പന്നമൊക്കെ വാങ്ങും. ചിലപ്പോൾ വീട്ടിൽ വന്ന് ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് ആ തുണി പോവുകയോ അല്ലെങ്കിൽ നിറവിളകി പോവുകയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ കോണിച്ചു പോവുകയോ ഒക്കെ സംഭവിക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? പുവർ ക്വാളിറ്റിയോ അളവിലോ അങ്ങനെയൊക്കെ ഉള്ളതിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നത് ഒക്കെ ആയിരിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഗുണനിലവാരം കുറവായിരിക്കും. പിന്നെ നമ്മള് ഇപ്പൊ കടയിൽ നിന്ന് തുണി അളന്ന് മേടിക്കുമ്പോ എന്ത് ചെയ്യും? ചില ആളുകള് എങ്ങനെയാണ്? ഈ കോണിച്ചായിരിക്കും അവരെന്ത് ചെയ്യാ നമുക്ക് മുറിച്ചു തരുന്നത് തുണി. അപ്പൊ നമുക്ക് അതുകൊണ്ട് ചിലപ്പോ നമ്മൾ നോക്കുമ്പോ 1 മീറ്റർ ഉണ്ട്, പക്ഷെ അവരിങ്ങ് മുറിച്ചു വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? കോണിപ്പിച്ചായിരിക്കും മുറിക്കുക. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന നീളവും വീതിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കിട്ടാതെ വരും. പിന്നെ തുണി വലിച്ചു പിടിച്ച് അളക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തുണിക്കടയിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. എപ്പോഴും നമ്മൾ എന്താണ് നമ്മള് ചീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രൈസിന്റെ കാര്യത്തില് അതുപോലെ തന്നെ ചിലപ്പോൾ ഉൽപ്പന്നത്തിന്റെ ലേബലിൽ കാണിച്ചിരിക്കുന്നേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും? തുക ഈടാക്കും. പിന്നെ ലേബലിൽ കൃത്രിമത്വം കാണിച്ച് കൂടുതൽ തുക ഈടാക്കുക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നമ്മുടെ കടയിലുള്ള ആളുകൾ, ചില കടക്കാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അല്ലെ. അത് നമുക്ക് നന്നായിട്ട് അറിയാം. ചിലപ്പോൾ അവരുടെ കമ്പനികളുടെ ഒരു ലേബൽ ഉണ്ടാവും, അതിനകത്ത് പ്രൈസ് ഉണ്ടാവും, അതിന്റെ മേളിലായിരിക്കും എന്ത് ചെയ്യുക? ഈ കടക്കാരെന്ത് ചെയ്യും? കൊണ്ടുവന്ന് അതിന്റെ മേളിൽ അവരുടെ പ്രൈസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അത് പൊളിച്ചു കഴിയുമ്പോഴായിരിക്കും അതിന്റെ ഇടയിൽ കുറഞ്ഞ വിലയും ഈ കടയിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോൾ അതിന്റെ അകത്ത് കൂടിയ വിലയായിരിക്കും ഇട്ടിരിക്കുന്നത്. പിന്നെ എന്താണ്? സെല്ലിംഗ് ഡിഫക്റ്റീവ് ഗുഡ്സ്. അപ്പൊ ഫാക്ടറികളിൽ നിന്നും ചെറിയ തകരാറുകളോട് കൂടി എന്ത് ചെയ്യും? സെക്കൻഡ് ആയിട്ട് വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യും? പുതിയ ഉൽപ്പന്നങ്ങളുടെ വിലയ്ക്ക് എന്ത് ചെയ്യുന്നു? വിൽക്കുന്നുണ്ട്. അപ്പൊ സാധാരണ കടകളിലൊക്കെ ചെയ്യുന്ന പരിപാടി അത്. ഈ സെക്കൻഡ് ക്വാളിറ്റി സാധനങ്ങൾ കൊണ്ടുവന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യും? കാരണം കമ്പനിയുടെ നെയിം ഉണ്ടല്ലോ, അപ്പൊ എന്ത് ചെയ്യും? അതിനനുസരിച്ച് തന്നെ എടുത്തു വെക്കും, വിൽക്കും അല്ലെ. നമ്മള് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? ഫൗളായി പോകും അല്ലെ. പിന്നെ എന്താണ്? പ്രൊവൈഡിങ് ഫാൾസ്, മിസ്ലീഡിങ് ആൻഡ് ഇൻകംപ്ലീറ്റ് ലേബൽസ് ആൻഡ് മാർക്കിംഗ്. ഉൽപ്പന്നങ്ങളിൽ പതിച്ചിരിക്കുന്ന ലേബലുകളിലും മാർക്കിങ്ങിലും തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തി എന്ത് ചെയ്യാം? ഉൽപാദകരെ, ഉപഭോക്താക്കളെ എന്ത് ചെയ്യാൻ പറ്റും? കബളിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അടുത്തൊരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു. ഇന്നെന്താണ്? തുണിയെ കുറിച്ചാണ്. തുണി എങ്ങനെയാണ് മേടിക്കാൻ പോണ്ടതാണ്. വാട്ട് പ്രോപ്പർട്ടീസ് വിൽ യു കീപ് ദ മൈൻഡ് വൈൽ ദ സെലക്ടിങ് ഫാബ്രിക്. ഒരു തുണിത്തരങ്ങൾ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ എന്താണ് നോക്കണം? മെറ്റീരിയൽ നോക്കണം. ഫസ്റ്റ് എന്താണ്? തുണി നമ്മൾ നോക്കുമ്പോൾ അത് മൃദുവായിട്ടുള്ള തുണിയാണോ എന്ന് നോക്കുക. പിന്നെ നൂലിന്റെ ഇഴയെടുപ്പം ശ്രദ്ധിക്കണം. പിന്നെ കൂടുതൽ നൂല് ഉപയോഗിച്ച് നെയ്ത തുണികൾ എന്ത് ചെയ്യും? കൂടുതൽ കാലം എന്ത് ചെയ്യും? ഈട് നിൽക്കും. അപ്പൊ നമ്മൾ തുണി എന്ത് ചെയ്യണം? റഫായിട്ടിരിക്കുന്ന തുണിയാണോ നല്ല സോഫ്റ്റ് തുണിയാണോ നോക്കുക. പിന്നെ എന്ത് ചെയ്യാം? ഇഴയെടുപ്പം ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങള്. നൂല് പൊങ്ങാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കുക അല്ലെ. പിന്നെ എന്താണ്? നെയ്ത്ത് ഏത് രീതിയിലുള്ള നെയ്ത്താണെന്ന് നോക്കുക. നീളത്തിൽ ഇഴയിട്ട് നെയ്ത തുണികൾ എളുപ്പത്തിൽ കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ മേളിൽ നിന്ന് താഴേക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. തുണിയുടെ ഒരു മൂല എടുത്ത് 2 കൈകൾ കൊണ്ടും വലിച്ചു നോക്കിയാൽ തുണിയുടെ ബലം മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷെ കടയിൽ പോയിട്ട് നമുക്ക് ഈ പണി നടക്കൂല. അപ്രകാരം ചെയ്യുമ്പോൾ തുണി ഇഴകൾ അകലുന്നതായി കണ്ടാൽ തുണിയുടെ ബലം കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാ അല്ലെ. പിന്നെയോ തുണികൾ ലൈറ്റിന് നേരെ പിടിച്ചു നോക്കിയാൽ നെയ്ത്തിന്റെ അപാകതകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാം അല്ലെ. ഒക്കെ ചെയ്യാം. പിന്നെയോ നൂലിഴകൾ ശരിയായ അകലത്തിലും ക്രമത്തിലും ആണോ എന്ന് നോക്കുക. ഇത് തുണിയുടെ ഗുണമേന്മ എന്ത് ചെയ്യുന്നു? ഉറപ്പുവരുത്തുന്നു അല്ലെ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? തുണി മേടിക്കാനായിട്ട്. പിന്നെയോ അതിന് ഫിനിഷിങ് എങ്ങനെ നമുക്കറിയുന്നത്? തുണി മണത്ത് നോക്കി തുണിയുടെ ഗുണം അറിയാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ലൈറ്റിന് നേരെ പിടിച്ച് തുണിയുടെ അരികു വശങ്ങളിൽ കളർ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ തുണിയുടെ ഗുണമേന്മ മോശമായിരിക്കും. തുണിക്ക് പല സൈഡിലും ഇരുന്ന് പഴകിയ തുണികളാണെങ്കിൽ എന്താ? അതിന് കളർ വ്യത്യാസങ്ങൾ ഉണ്ടായി. പല സൈഡിലും എന്താണ്? കളർ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പിന്നെ അടുത്ത നൂലിഴകൾ
ഉണ്ടോന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പുവരുത്തണം. തുണി കൈകൊണ്ട് ഞെരടിയാൽ പൗഡർ പോലെയുള്ള പദാർത്ഥം കൈകൾ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റാർച്ചിന്റെ അല്ലെങ്കിൽ അതിന്റെ ചേർത്തിരിക്കുന്ന പശയുടെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ളത് മേടിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഈ പശ ഇളകി പോവും, തുണി എന്ത് ചെയ്യും, പോവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോ ഈ തുണിക്ക് തൂക്കം കിട്ടാനും അതുപോലെ തുണി നല്ല രീതിയിൽ ഇരിക്കാനും ഒക്കെ ആയിട്ട് എന്താണ്, ചില ഷർട്ടിന്റെ ഒക്കെ തുണി നമ്മൾ മേടിക്കുമ്പോൾ നല്ല ഇതായിട്ടിരിക്കും. പക്ഷെ നമ്മളൊന്ന് ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, അത് ഫെയ്ഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തൊരു ചോദ്യം എന്താണ്, ഹൗ വിൽ യു മേക്ക് എ ഗുഡ് പർച്ചേസ് ഓഫ് എ റെഡിമെയ്ഡ് ഫാബ്രിക്? എങ്ങനെയാണ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നോക്കി വാങ്ങാനായിട്ട് കഴിയാന്ന് ചോദിച്ചേക്കണേ. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് എപ്പോഴും ഓരോ സാധനങ്ങളും എങ്ങനെയാ മേടിക്കുക, തുണി വാങ്ങി തയ്ച്ചെടുക്കാനുള്ള കാലതാമസം ഒഴിവാക്കാനും ചെലവ് കുറയ്ക്കുന്നതിനുമാണ് നമ്മൾ എപ്പോഴും എന്ത് മേടിക്കുക, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വാങ്ങുന്നത്, അല്ലെ? അപ്പൊ എങ്ങനെ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം, ഡിസൈൻ ഓഫ് ദി ഗാർമെന്റ്. അപ്പൊ ഓരോന്നും ശ്രദ്ധിച്ച് എന്താണ് ഫാഷന്, ഷേപ്പ്, കളറ്, തുണിയുടെ തരം എന്നിവയൊക്കെ നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, തുണി നോക്കാനായിട്ട്. ഈ 4 ഘടകങ്ങൾ നമ്മള് എങ്ങനെയാണ് റെഡിമെയ്ഡ് ഡ്രസ്സാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിന്റെ ഫാഷൻ നോക്കുക, ഷേപ്പ് നോക്കുക, കളർ നോക്കുക, തുണിയുടെ തരം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ഫിറ്റ്, കൃത്യ അളവിലുള്ളത് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ട തുണി. പിന്നെയോ വർക്ക്മാൻഷിപ്പ്, നിർമ്മാണ വൈദഗ്ധ്യം എങ്ങനെയാണെന്ന് നോക്കാം. തയ്യൽ കൃത്യതയുള്ളതാണെന്ന് നോക്കാം. തയ്യലുകളിൽ ചുളിവുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. വസ്ത്രത്തിന്റെ കൊളുത്ത്, ബട്ടൺ, സിബ് എന്നിവ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാസ്ഥാനത്താണോ എന്ന് കൃത്യമായിട്ട് നോക്കുക. അതെപ്പോഴും അല്ലെ, നമുക്ക് ബട്ടൺസ് ഒക്കെ ഇടുന്നത് അതിന്റെ തുളകൾ കൃത്യമാണോ നോക്കുക. അങ്ങനെയൊക്കെ മിസ്റ്റേക്ക് വരാം, പ്രൈസിലുള്ള വ്യത്യാസങ്ങൾ വരാം. കെയർ ആൻഡ് മെയിൻ്റനൻസ്, വസ്ത്രത്തിന്റെ ലേബലിലോ ടാഗിലോ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പുകൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അത് എപ്പോഴും വേണം കേട്ടോ. നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ലേബൽ ഉണ്ടാവും, അത് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, വാഷ് ചെയ്യാനായിട്ട്. ഓടിച്ചെന്ന് നനയ്ക്കുകയോ വെയിലത്തിടുകയൊന്നും ചെയ്യണ്ട, അല്ലേ? ഇനി അടുത്ത ഏതാണ്, 27ാമത്തെ ചാപ്റ്റർ ആണ്, കെയർ ആൻഡ് മെയിൻ്റനൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഒരേപോലെ ഉള്ളതാണ്, നമുക്ക് നിങ്ങൾക്ക് പൊതുവായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. എന്ത് എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ്. കെയർ ആൻഡ് മെയിൻ്റനൻസ്, എങ്ങനെയൊക്കെയാണ് കെയർ ആൻഡ് മെയിൻ്റനൻസ് ചെയ്യുന്നതെന്ന് ഈ ഒരു പാഠം, ഈ ഒരു പാഠഭാഗമായിട്ട് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ വസ്ത്രത്തിൽ കറ പറ്റുന്നത്, അതൊക്കെ എങ്ങനെയൊക്കെ കളയാം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോണം കേട്ടോ. അപ്പൊ കെയർ ആൻഡ് മെയിൻ്റനൻസ് നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദ വേർഡ് ലോണ്ടറിങ് എന്ന വാക്കുകൊണ്ട് നമ്മൾ എപ്പോഴും പരസ്യത്തിലൊക്കെ കേൾക്കുന്ന ലോണ്ടറിങ് സോപ്പ് അല്ലെ, കേൾക്കുന്നില്ലേ? ഇപ്പൊ ലോണ്ടറിങ് എന്നാൽ തുണി കഴുകുന്നതിന് മാത്രമല്ല, തുണി കഴുകി ഉണക്കി ഇസ്തിരിയിട്ട് വയ്ക്കുന്നത് വരെയുള്ള പ്രത്യേകതയ്ക്കാണ് നമ്മൾ എന്ത് പറയാ, ലോണ്ടറിങ് എന്ന് പറയുന്നത്. നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ, എപ്പോഴും പരസ്യങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് ലോണ്ടറിങ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഒരു തുണി കഴുകി ഉണക്കി അത് തേച്ച് ഇസ്തിരി ഇട്ട് വെക്കുന്ന വരെയുള്ള പ്രക്രിയക്കാണ് ലോണ്ടറിങ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അതിന്റെ ഒരു പേരാണ് എന്ന് പറയാ, ലോണ്ടറിങ്. തുണി എടുക്കുക, കഴുകുക, അല്ലെ, സോപ്പ് പൊടി ഇട്ട് വെക്കേണ്ടാണ് അത് ഇട്ട് വെക്കുക, സോപ്പ് ഇട്ട് കഴുകേണ്ടാണ് അങ്ങനെ കഴുകുക, അത് കഴുകി നമ്മളെ കൊണ്ടുപോയി ഇട്ട് ഉണക്കി എടുത്ത് അതിന് ശേഷം എന്ത് ചെയ്യുക, ഇസ്തിരി ഇട്ട് എടുത്ത് മടക്കി വെക്കുന്ന വരെയുള്ള പ്രക്രിയക്ക് പറയുന്ന പേരാണ് ലോണ്ടറിങ്. ഓർത്ത് വെച്ചോണേ, ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തൂലോ. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് സ്റ്റെപ്പ് ഇൻ ലോണ്ടറിങ്. ലോണ്ടറിങ്ങിന്റെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കുക, അല്ലെ, എന്തൊക്കെയാണെന്നാണ്. നമ്മള് നമ്മുടെ വീടുകളിൽ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞേക്കാം, അല്ലെ? അപ്പൊ എന്നാലും ലോണ്ടറിങ്ങിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിക്കുക. അപ്പൊ ഞാൻ പറയുമ്പോൾ ഓരോന്നും ഓർത്തോളൂ, നമ്മുടെ വീട്ടിൽ ചെയ്യണല്ലേ. തുണികൾ കഴുകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഈണം തിരിച്ചു വെക്കണം, ഒക്കെയാണല്ലോ. നമ്മള് പല ഡ്രസ്സുകൾ ഉണ്ടാവും, ചുരിദാറുകൾ ഉണ്ടാവും, ഷർട്ടുകൾ ഉണ്ടാവും, ജീൻസ് ഉണ്ടാവും, മുണ്ടുകൾ ഉണ്ടാവും, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് തുണികളും ഉണ്ടാവും, യൂണിഫോംസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അവ എന്ത് ചെയ്യാം, ഓരോന്നും അലക്കേണ്ട രീതികൾ ഏതൊക്കെ രീതിയിലാണോ അലക്കേണ്ടതെന്ന് ഓർത്ത് അത് തരംതിരിച്ച് ആദ്യം വെക്കണം. എല്ലാ തുണികളും ചെളി കൂടുതലുള്ളതും കുറഞ്ഞതുമായ തുണികൾ പ്രത്യേകം തരംതിരിച്ചു വെക്കണം. കൂടാതെ കോട്ടൺ തുണികളും സിൽക്ക് വൂളൻ തുണികളും തരംതിരിക്കണം. തുണികൾ കഴുകുന്നതിന് വിവിധ ഘട്ടങ്ങൾ താഴെ പറയുന്നു, അല്ലെ? നമ്മൾ ഓരോ തുണികൾ എന്ത് ചെയ്യണം, തരംതിരിച്ച് വെക്കണം. മെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, തുണികൾ കഴുകാൻ തുടങ്ങുന്നതിന് മുമ്പായി
കീറൽ ഉണ്ടോ എന്നും ബട്ടൺസ് പോയിട്ടുണ്ടോ എന്നും ശ്രദ്ധിച്ചു നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യമേ ശരിയാക്കുന്ന പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇത് മെൻഡിങ്. അണ്ടർലൈൻ ചെയ്തേ. മെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തുണി നമ്മള് ഡ്രസ്സ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകാൻ എടുക്കുമ്പോൾ നമ്മളൊന്ന് വിശദമായിട്ട് നോക്കണം. എന്താ നോക്കണേ? എന്തെങ്കിലും കീറലുകൾ ഡ്രസ്സിന് സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ബട്ടൺസ് പോയിട്ടുണ്ടോ, സിബ് പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി അത് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് പിടിപ്പിച്ച് വെക്കുന്ന ആ ഒരു പ്രക്രിയക്ക് നമ്മൾ എന്ത് പറയുന്നത്? മെൻഡിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റെയിൻ റിമൂവർ. സ്റ്റെയിൻ റിമൂവർ എന്ന് പറഞ്ഞാൽ കറയൊക്കെ കളയുന്ന അല്ലെ. കറകളോ കൂടുതൽ ചെളിയോ ഉണ്ടെങ്കിൽ അത് ആദ്യമേ നീക്കം ചെയ്യണം. അല്ലെങ്കിൽ അത്തരം കറകളും ചെളികളും മറ്റു തുണികളിലേക്കും പടരാൻ സാധ്യതയുണ്ട് അല്ലെ. വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഒക്കെ തുണികൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കും അലക്കണം. സ്കൂളിലേക്ക് കൊണ്ടുപോയ ഡ്രസ്സ് തിരിച്ചു വരുന്നത് എങ്ങനെയായിരിക്കും? നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോണ ആൾക്കാര് വൈകിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും? ആ ഡ്രസ്സ് നല്ല അടിപൊളി കളറിലായിരിക്കും തിരിച്ചു വരിക അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ പ്രത്യേകം വാഷ് ചെയ്തെടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള ഡ്രസ്സുകളിലേക്ക് എന്ത് ചെയ്യും? പിടിക്കും അല്ലെ. പിന്നെയോ സോർട്ടിങ്. സോർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുകുന്നതിന് മുമ്പായി തുണികൾ തരംതിരിക്കുക. വെള്ള തുണികളും കളർ തുണികളും നമ്മൾ എന്ത് ചെയ്യണം? വേർതിരിക്കണം. അത് എപ്പോഴും നമ്മൾ ചെയ്യണം അല്ലെ. വെള്ള തുണികൾ കളർ പോവില്ലാത്ത തുണികൾ ഒരു സൈഡിലും കളർ ഇളകി പോകാനുള്ള സാധ്യതയുള്ള തുണികൾ വേറൊരു സൈഡിലും നമ്മൾ എടുത്തു വെക്കണം. പിന്നെ അതുപോലെ കോട്ടൺ, സിൽക്ക്, വൂളൻ, പോളിസ്റ്റർ തുണികൾ നമ്മൾ എന്ത് ചെയ്യണം? തരംതിരിച്ച് വേണം വാഷ് ചെയ്യാനായിട്ട്. പിന്നെയോ സോക്കിങ്. സോക്കിങ് എന്ന് പറഞ്ഞാൽ കഴുകുന്ന മുമ്പ് തുണികൾ കുതിർത്തി വെച്ചാൽ ചെളി ഇളകാൻ സഹായിക്കും അല്ലെ. കളർ തുണികളോ കമ്പിളി തുണികളോ കുതിർത്ത് വെക്കരുത്. അപ്പൊ എന്താണ്? കളർ തുണികൾ നമ്മൾ ഒരുപാട് നേരം എന്ത് ചെയ്യുക? സോപ്പ് പൊടിയിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കളർ ഇളകി പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കമ്പിളി തുണികൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെ കുതിർത്തി വെക്കാനായിട്ട് പാടില്ല. വാഷിങ്. തുണികൾ ഏതെങ്കിലും ഡിറ്റർജന്റുകളോ സോപ്പുകളോ ഉപയോഗിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? കഴുകാനായിട്ട്. പിന്നെ സ്റ്റാച്ചിങ് ആൻഡ് ബ്ലീച്ചിങ്. കഴുകിയതിന് ശേഷം പശ ചേർക്കേണ്ട തുണികൾ പശ മുക്കുക. വെള്ള തുണികൾക്ക് സ്വാഭാവികത നിലനിർത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നീലം ചേർക്കുന്നു. ഇതൊക്കെ നമുക്കറിയാലോ അല്ലെ. പിന്നെ എന്താണ്? ഡ്രൈയിങ്. വിവിധ തരത്തിലാണ് തുണികൾ ഉണക്കിയെടുക്കുന്നത്. ചില തുണികൾ സൂര്യപ്രകാശത്തില് ഉണക്കിയെടുക്കാം. കളർ തുണികൾ, സിൽക്ക് തുണികൾ മുതലായവ എന്ത് ചെയ്യണം? സൂര്യപ്രകാശം നേരിട്ട് അടിക്കാത്ത വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇട്ട് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ തുണികൾ ഹാങ്കറിൽ തൂക്കിയിട്ട് നിലത്തേക്ക് ഇട്ടിട്ട് ഉണക്കിയെടുക്കുക. കമ്പിളി തുണികൾ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതെ തറയിൽ വിരിച്ച് ഉണക്കിയെടുക്കാനാണ് പറയുന്നത്. കമ്പിളി തുണികളുടെ പ്രത്യേകതകളാണ് പറയുന്നത്. പിന്നെ അയണിങ് ആൻഡ് പ്രസ്സിങ്. പിന്നെ എന്താണ്? തുണി കഴുകലിന്റെ അവസാനത്തെ പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്? ഇസ്തിരി ഇടുക, തുണി തേച്ചെടുക്കുക എന്ന് പറയും അല്ലെ. കോട്ടൺ തുണികൾ നനച്ചിട്ട് നമുക്ക് തേച്ചെടുക്കാം. പിന്നെയോ കമ്പിളി തുണികൾ എന്താണ്? ഉയർന്ന ചൂടിലും പോളിസ്റ്റർ, നൈലോൺ തുണികൾ ചെറിയ ചൂടിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇസ്തിരി ഇട്ടെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണ്. പക്ഷെ ഈ പേരുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണേ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു തുണി അലക്കുന്ന കാര്യമാണ് ഇത്ര നേരം പറഞ്ഞ. അതിന്റെ തുണി അലക്കുന്നതിന് ആ പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? ലോണ്ടറിങ് എന്നാണ്. ലോണ്ടറിങ് വിവിധ സ്റ്റെപ്പുകൾ ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് മെൻഡിങ്, സ്റ്റെയിൻ റിമൂവർ ഉണ്ട്, സോർട്ടിങ് ഉണ്ട്, സോക്കിംഗ് ഉണ്ട്, വാഷിംഗ് ഉണ്ട്, സ്റ്റാച്ചിങ് ആൻഡ് ബ്ലീച്ചിങ് ഉണ്ട്, ഡ്രൈയിങ് ഉണ്ട്, അയണിങ് ആൻഡ് പ്രസ്സിങ് ഉണ്ട്. ഇത്രയും ഘട്ടങ്ങളാണ് ഒരു തുണി അലക്ക് പ്രക്രിയ. ഇനി അടുത്തതാണ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോണ്ടറിങ് ക്ലോത്ത്. വസ്ത്രങ്ങൾ കഴുകി ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? എന്താണ്? വസ്ത്രങ്ങളുടെ ദീർഘകാലത്തെ ഉപയോഗത്തിനും വൃത്തിയുള്ള വേഷവിധാനത്തിനും വ്യക്തി ശുചിത്വത്തിനും പരിസ്ഥിതിയുടെ നിലനിൽപ്പിനും വസ്ത്രങ്ങൾ വൃത്തിയായി കഴുകി ഉപയോഗിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് അല്ലെ. നമ്മൾ ഒരു ദിവസം ഇട്ട് ഡ്രസ്സ് എന്ത് ചെയ്യുക? അത് വാഷ് ചെയ്തിട്ടൊക്കെ നിർബന്ധമായിട്ടും അല്ലെ. നമ്മൾ ഒന്ന് ഉപയോഗിച്ച സാധനം ഇന്ന് നമ്മൾ ഇട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? അത് വാഷ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. കാരണം എന്താണ്? ഒരുപാട് രോഗാണുക്കൾ അല്ലെ. നമ്മൾ പല സ്ഥലങ്ങളിലൂടെ പോകുന്ന ആളുകളാണ്, പല ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്നതാണ്. അപ്പൊ അവരിൽ നിന്നൊക്കെ കിട്ടുന്ന രോഗാണുക്കൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ വസ്ത്രത്തിലും നമ്മുടെ ശരീരത്തിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഈ വസ്ത്രം കഴുകുന്ന കുറെ രോഗാണുക്കൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കളയാനായിട്ട് പറ്റും. പിന്നെ അടുത്തൊരു എന്താണ്? വാട്ട് ഈ സ്റ്റെയിൻ. കറ എന്നാല് എന്താണ്? പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മുടെ ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, നമ്മുടെ അങ്ങനെയുള്ള ഇതൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ പുതയ്ക്കുന്ന ക്ലോത്തുകൾ ഇതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് അലർജി പോലെയുള്ള രോഗങ്ങൾ ഒഴിവാക്കാനായിട്ടും അതുപോലെ വേറെ അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാനൊക്കെ ആയിട്ട് എന്താണ്? നമ്മളെ സഹായിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് ഒക്കെ നമ്മൾ കഴിയുമ്പോൾ എന്താണ്? ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇട്ടേച്ച്
കഴുകിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എന്താണ് രോഗാണുക്കൾ നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകുമ്പോൾ ചില രോഗാണുക്കളൊന്നും ചത്തുപോകില്ല അല്ലെ. ഇപ്പൊ സൂര്യപ്രകാശം ഇല്ലാത്ത ഒരു സമയമാണ്, മഴയുള്ള സമയമാണ്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എങ്ങനെ വാഷ് ചെയ്തെടുക്കാം? ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകൾ, പില്ലോ കവേഴ്സ്, അതുപോലെയാണ് നമ്മുടെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കഴുകിയെടുക്കുവാണെങ്കിൽ കുറെയൊക്കെ രോഗാണുക്കൾ നമുക്ക് ഇല്ലായ്മ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കറകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കറകളുണ്ട്, അച്ചാറിന്റെ ഉണ്ട്, ചായയുടെ കറകളുണ്ട്, അങ്ങനെയൊക്കെ പേനയുടെയോ മഷിയുടെയോ പെയിന്റിന്റെയോ ഒക്കെ കറകൾ നമ്മുടെ വസ്ത്രത്തിൽ പറ്റിക്കഴിഞ്ഞാൽ അത് വസ്ത്രങ്ങൾ എന്തായിട്ട് പാടായിട്ട് തന്നെ മാറും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റെയിൻ അല്ലെങ്കിൽ കറകൾ എന്ന് പറയുന്നത് അല്ലെ. ഇതിനെ പെട്ടെന്ന് തന്നെ കഴുകി കളയാതിരുന്ന എന്ത് ചെയ്യും? വസ്ത്രത്തില് പാടുകളായിട്ട് ഇപ്പൊ നമ്മുടെ മേത്തേക്ക് പെട്ടെന്ന് അച്ചാറിന്റെയോ ചായയുടെയോ അല്ലെങ്കിൽ കറികളുടെ ഒക്കെ ഇത് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ അതങ്ങ് പെട്ടെന്ന് പൊക്കോളും. പക്ഷെ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ജീവിതകാലത്തിൽ ആ സാധനം പോവില്ല. അതുപോലെ തന്നെ പേനയിൽ നിന്ന് മഷി പറ്റിക്കഴിഞ്ഞാല് പെയിന്റ് വസ്ത്രത്തിൽ പറ്റിയൊക്കെ ചെയ്താൽ എന്ത് ചെയ്യാം? അപ്പൊ തന്നെ കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊക്കോളും. പിന്നെ നമ്മളോട് അടുത്തൊരു ചോദ്യം ചോദിച്ചേക്കുന്നത് എന്താണ്? ഹൗ വുഡ് യു ഐഡന്റിഫൈ സ്റ്റെയിൻ? എങ്ങനെയാണ് കറകൾ തിരിച്ചറിയുന്നത് അല്ലെ? കറകൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. വസ്ത്രത്തിലെ കറകൾ നീക്കം ചെയ്യണമെങ്കിൽ അത് എന്തിന്റെ കറയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തിരിച്ചറിയണം. കളറ്, ഓരോ കളർ നോക്കിയാലും നമുക്ക് വസ്ത്രത്തിലെ ഏത് ടൈപ്പ് കറകളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓരോ കറിക്കും പ്രത്യേക കളറുണ്ട്. കറികളോ അച്ചാറോ പറ്റിയാലും മഞ്ഞ കളറും, ചായയോ കാപ്പിയോ പറ്റിയാലും ബ്രൗൺ കളറും, പുല്ലിന്റെയോ ഇലകളുടെയോ കറകൾ പച്ച നിറത്തിലുമായിരിക്കും നമ്മുടെ വസ്ത്രത്തില് പിടിച്ചിരിക്കുക. അപ്പൊ ഓരോ കറകളും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഓരോ കറകൾക്ക് അച്ചാറൊക്കെ പറ്റിക്കഴിഞ്ഞാൽ മഞ്ഞ കളറും, ചായ കാപ്പിയൊക്കെ ആണെങ്കിൽ ബ്രൗൺ കളർ, അതുപോലെ തന്നെ നമ്മുടെ വാഴക്കറ അങ്ങനെയുള്ള കറകളൊക്കെ അതൊക്കെ ഏത് രീതിയിൽ തന്നെ ഇരിക്കുന്നത്? ബ്രൗൺ കളറിലായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. പിന്നെ പുല്ലിന്റെ ഇലയുടെ ഒക്കെ കളർ പറ്റിക്കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും? പച്ച കളറിലായിരിക്കും. സ്മെല്ല്, ചില കറകൾക്ക് പ്രത്യേക മണമുണ്ടാവും. മുട്ടയുടെയോ പെയിന്റിന്റെയോ കറകൾക്ക് എന്തുണ്ടാവും? സ്മെല്ലുണ്ടാവും അല്ലെ, നമുക്കറിയാം. പിന്നെ ഫീല്, ചില കറകൾ പറ്റിയാൽ തുണിയുടെ ഘടനയിൽ വ്യത്യാസം ഉണ്ടാവും. പെയിന്റ്, പഞ്ചസാര, സിറപ്പ് തുടങ്ങിയ വസ്ത്രത്തിൽ പറ്റിപ്പിടിച്ച വസ്ത്രം എന്ത് ചെയ്യും? കട്ട പിടിച്ചിരിക്കും അല്ലെ, നമുക്കതറിയാം. ലിപ്സ്റ്റിക്, ഷാമ്പു, പോളിഷ് തുടങ്ങിയ കറകൾ പറ്റിയുള്ള വസ്ത്രം മെഴുക് പുരണ്ടതുപോലെ ഇരിക്കും. അതും നമുക്കറിയാവുന്ന കാര്യം അല്ലെ. പിന്നെ അടുത്തൊരു ചോദ്യം എന്താണ്? വാട്ട് ആർ ദ ജനറൽ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു റിമൂവ് സ്റ്റെയിൻ? കറ മാറ്റുന്നതിന് എടുക്കുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? നമ്മുടെ വസ്ത്രത്തിൽ ഒരു കറ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ഈ കറേനെ നമുക്ക് മാറ്റിയെടുക്കാന്നാണ്. എന്താണ്? വസ്ത്രത്തിൽ പറ്റിയ കറകൾ വളരെ കരുതലോടെ നീക്കം ചെയ്യണം, അല്ലെങ്കിൽ വസ്ത്രത്തിന് എന്ത് സംഭവിക്കും? കേടുപാടുകൾ സംഭവിച്ചേക്കാം. താഴെ പറയുന്ന മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. എന്താണ്? കറ പറ്റിയാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? നമ്മള് നീക്കം ചെയ്യേണ്ടതാണ്. കറകൾ പറ്റിയ തുണികൾ ഏത് ഗണത്തിൽ പെടുന്നവയാണെന്ന് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഇപ്പൊ നമുക്ക് പോളിസ്റ്റർ പോലെയുള്ള വസ്ത്രത്തിലാണ് കറ പറ്റുന്നതെങ്കിൽ നമ്മൾ ഇച്ചിരി ഉരച്ചാലും അതിന്റെ കളറൊന്നും ഇളകിപ്പോയില്ല. പക്ഷെ കോട്ടൺ വസ്ത്രമാണെങ്കിൽ എന്ത് സംഭവിക്കും? അത്രയും ഭാഗത്തെ കളറും കൂടെ പോകും. ഏത് കറകളാണെങ്കിലും വസ്ത്രത്തിൽ പറ്റിയാൽ ഉടൻ തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. പുതുതായി രക്തക്കറയോ മുട്ടയുടെ കറയോ വസ്ത്രത്തിൽ പറ്റിയാൽ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകരുത്. പഴകിയ കറയാണെങ്കിൽ ഉപ്പുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പഴയ കറയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഇച്ചിരി ഉപ്പുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ കറ പൊക്കോളും. വസ്ത്രത്തിന് കേടുവരുന്ന രാസപദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കറ നീക്കാനായിട്ട് ഉപയോഗിക്കരുത്. കട്ടി കുറഞ്ഞതും വിലയേറിയതുമായ വസ്ത്രങ്ങളിൽ കറ പറ്റിയ ഒരു ചെറിയ ഭാഗത്ത് മാത്രം രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വസ്ത്രത്തിന് കേടുവരില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ബാക്കി നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? ബാക്കി ചെയ്ത് നോക്കാവുള്ളൂ. കറകൾ പറ്റിയ എല്ലാ തുണികളും നമുക്ക് എന്ത് ചെയ്യാം? സോപ്പ് വെള്ളത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴുകിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ തുണികളിൽ നിന്നും വിവിധ കറകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ നീക്കം ചെയ്യുന്നതെന്നാണ്. എന്താണ്? ഹൗ വിൽ യു റിമൂവ് ദ ഫോളോയിങ് സ്റ്റെയിൻ ഫ്രം ദ ഫാബ്രിക്? നമ്മുടെ തുണികളിൽ നിന്നും നമുക്ക് എങ്ങനെയൊക്കെ കറകള് നീക്കം ചെയ്യാം? ഒന്നാമത്തേതാണ് ടീ, കോഫി സ്റ്റെയിൻ. നമ്മൾ ചായ, കാപ്പി എന്നിവയിലെ കറകൾ നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? ചായയുടെയോ കാപ്പിയുടെയോ കറ വെള്ള വസ്ത്രത്തിൽ പറ്റിയാൽ പുതിയ കറയാണെങ്കിൽ 2 കപ്പ് തിളച്ച വെള്ളത്തിൽ 1/2 സ്പൂൺ ബൊറാക്സ് ചേർത്ത്
എന്ത് ചെയ്യാൻ നമുക്ക് കഴുകിയെടുക്കാം. പഴയ കറയാണെങ്കിൽ ഗ്ലിസറിനിൽ മുക്കി വെക്കുക. സിൽക്ക് വൂളൻ വസ്ത്രങ്ങളുടെ പുതിയ കറയാണെങ്കിൽ മുമ്പ് ചെയ്തതുപോലെയും പഴയ കറയാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ലൈനി ഉപയോഗിച്ച് നമുക്ക് കഴുകിയെടുക്കാം. ഇവയുടെ ഒക്കെ പേര് നമുക്ക് പരിചിതമല്ലാത്ത പേരുകളല്ലേ, നമ്മൾ കേട്ടിട്ടില്ല, നമുക്ക് അറിയത്തില്ലാത്ത കുറച്ച് പേരുകളാണ്. ആ പേരുകളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. അത് പിന്നെ നൈലോൺ പോളിസ്റ്റർ വസ്ത്രങ്ങളുടെ കറയാണെങ്കിൽ പുതിയ കറയ്ക്ക് ആദ്യം പറഞ്ഞതുപോലെയും പഴയ കറയ്ക്ക് ചൂടുവെള്ളത്തിൽ ഏതാനും തുള്ളി സോഡിയം പെർമാൻറ്റേറ്റ് ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഴുകിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്ത ഏതാണ്, ബ്ലഡ്, എഗ്, മീറ്റ് സ്റ്റെയിൻ. ഏത് തുണി ആയാലും പുതിയതായി പറ്റിയ കറയാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കാൻ പെട്ടെന്ന് തന്നെ പൊക്കോളും. പഴയ കറയാണെങ്കിൽ ബക്കറ്റിൽ 2 സ്പൂൺ ഉപ്പ് ചേർത്ത വെള്ളത്തിൽ മുക്കി വെക്കുക. പഴയ കറയാണെങ്കിലും എന്ത് ചെയ്യാം, ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ അത് കറ ഇളകി പൊക്കോളും. ബട്ടർ, ഗീ, ഓയില്, കറി സ്റ്റെയിൻ ഇവയൊക്കെ ആണെങ്കിൽ എങ്ങനെ നീക്കം ചെയ്യാം, വെള്ള തുണിയിൽ പുതിയ കറയാണെങ്കിൽ ചൂടുവെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകിയെടുക്കാം. സിൽക്ക്, പോളിസ്റ്റർ തുണികളാണെങ്കിൽ സാധാരണ വെള്ളത്തിൽ സോപ്പ് കലക്കി കഴുകുക. എല്ലാ തുണികളിലെയും പുതിയ കറ മാറ്റുവാൻ കറ പറ്റിയ ഭാഗത്ത് ടാൽക്കം പൗഡർ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തുടച്ച് കളയുക. ഇപ്പൊ എല്ലാ തുണികളിലെയും പുതിയ കറ മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കറ പറ്റിയ സ്ഥലത്ത് ഇച്ചിരി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കറ മാറ്റാനായിട്ട് പറ്റും. പിന്നെ പെയിന്റ്, ഷൂ പോളിഷ്, നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്, ബോൾ പോൺ സ്റ്റെയിൻ ഇവയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എന്താണ്, അവ ചിരണ്ടി കളഞ്ഞതിന് ശേഷം സ്പിരിറ്റോ മണ്ണെണ്ണയോ ഉപയോഗിച്ച് ഉരച്ച് കഴുകുക. പഴയ കറിയാണെങ്കിൽ ഇപ്രകാരം അത് പല പ്രാവശ്യം ചെയ്യുക. പിന്നെ ഇവയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പേസ്റ്റ്, നമ്മളെ പല്ല് തേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളയാനായിട്ട് പറ്റും. ടൂത്ത് പേസ്റ്റ് കറ പറ്റിയ മഷി അതാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് ആ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളയാനായിട്ട് സാധിക്കും. പിന്നെ ഗ്രാസ്, പുല്ലിന്റെ കറയാണെങ്കിൽ അതുപോലെ തന്നെ. പുതിയ കറയാണെങ്കിൽ വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകണം. പഴയ കറയാണെങ്കിലോ മെത്തിലൈഡ് സ്പിരിറ്റിൽ മുക്കി വെച്ചതിന് ശേഷം കഴുകുക. ബീറ്റിൽ വിപ്പാണെങ്കിൽ, വെറ്റില കറ ആണെങ്കിൽ അത് ഇതുപോലെ തന്നെയാണ്. ഉള്ളിയുടെ പേസ്റ്റ് ഉണ്ടാക്കി തേച്ചതിന് ശേഷം വെള്ള തുണിയാണെങ്കിൽ സൂര്യപ്രകാശത്തിലും മറ്റു തുണിയാണെങ്കിലും നിഴലിലിട്ട് ഉണക്കി എടുക്കുക. അപ്പൊ ഇതൊന്ന് ഓർത്തു വെച്ചാൽ ആ പേരുകളൊക്കെ ഒന്ന് ഓർത്തു വെച്ചിട്ട് എങ്ങനെയൊക്കെ കറകള് നമുക്ക് തുണിയിൽ നിന്നും നീക്കം ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്ലഡിൽ നിന്നൊക്കെ ബ്ലഡിന്റെ കറ എങ്ങനെയാണ് നീക്കം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വിവിധ തരത്തിൽ നമ്മളെ തുണികൾ എങ്ങനെയാണ് വാഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് നമ്മളെ തുണികളെ വാഷ് ചെയ്തെടുക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഫ്രിക്ഷൻ വാഷിങ്, ഉരച്ചു കഴുകലുണ്ട്. പിന്നെ കോട്ടൺ മുതലായ തുണികൾ നമുക്ക് എങ്ങനെയാണ് ഉരച്ച് കഴുകിയെടുക്കുക അല്ലെ, ഒന്നുകിൽ കൈകൊണ്ട് ഉരച്ച് കഴുകിയെടുക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴുകിയെടുക്കുക, അതും അല്ലെങ്കിൽ ചെറിയ വടി കൊണ്ട് കൊട്ടി കഴുകിയെടുക്കാം അല്ലെ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ സാങ്ഷൻ വാഷിങ്, ബ്രഷ് ഉപയോഗിച്ച് കഴുകാൻ സാധിക്കാത്ത ചെറിയ തുണിത്തരങ്ങൾ ബക്കറ്റിലെ സോപ്പ് വെള്ളത്തിലിട്ട് സക്ഷൻ വാഷർ ഉപയോഗിച്ച് അമർത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഴുകിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്ത എന്താണ്, വാഷിംഗ് ബൈ ബ്ലീഡിങ് സ്റ്റിക്കിംഗ്, എന്താണ് കുത്തിപ്പിഴിഞ്ഞെടുക്കുക അല്ല, നമ്മൾ കല്ലയിലേക്ക് ഇങ്ങനെ കുത്തിപ്പിഴിഞ്ഞെടുക്കുക, അങ്ങനെ എടുക്കാം. പിന്നെ അടുത്ത എന്താണ്, വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് കഴുകിയെടുക്കാം അല്ലെ. ഏറ്റവും എളുപ്പത്തിൽ തുണി കഴുകാനുള്ള എളുപ്പമാർഗം എന്ന് പറയാൻ വാഷിംഗ് മെഷീൻ തുണി കഴുകിയെടുക്കാനാണ്. ഓരോ മെഷീന്റെയും ഉപയോഗിക്കുന്ന രീതി എന്ത് ചെയ്യണം, അറിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ വളരെ ചെളിയുള്ള കോട്ടൺ തുണികൾ നമ്മൾ എന്താണ് ചോദിച്ചത്, വൈ ഷുഡ് ബി വെരി ഡേർട്ടി കോട്ടൺ ഫാബ്രിക് ടു ബി സോക്കിങ്, വളരെ ചെളിയുള്ള കോട്ടൺ തുണികൾ കുതിർത്തി വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ, വെള്ളത്തിൽ മുക്കി വെച്ചാൽ തുണി നന്നായി കുതിരുകയും കുതിർന്നു കഴിയുമ്പോൾ തുണിയുടെ നൂലിഴകളിൽ പറ്റിയിട്ടുള്ള ചെളി വിലകി വരാൻ സഹായിക്കുകയും ചെയ്യും. നമ്മളൊന്നും ചെയ്യുന്ന ഒരു കാര്യം അല്ലെ. പിന്നെ വൈ ഈസ് ബ്ലാക്ക് പ്രഷർ യൂസ്ഡ് വാഷിംഗ് സിൽക്ക് തുണികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബലം പ്രയോഗിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അല്ലെ. നമ്മൾ ഒരുപാട് ബലം പ്രയോഗിച്ച് എന്ത് സംഭവിക്കും, അത് പെട്ടെന്ന് കീറിപ്പോകും, അതുകൊണ്ടാണ്. ബാക്കി നിങ്ങൾക്ക് വായിച്ചു നോക്കാലോ അല്ലെ, സമയം ഒരുപാട് പോയിട്ടുണ്ട്. ഡ്രൈ ക്ലീൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്മൾ അത്രയൊന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് തീരാനുള്ളത്
3 ചാപ്റ്ററുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രയും ബാക്കി നിങ്ങൾക്ക് എക്സാമിലേക്ക് വരുമ്പോഴത്തേക്കും പഠിക്കാലോ. ഇനി 29, 30, 31 ചാപ്റ്ററുകളാണ് ഉള്ളത്. അത്രയും 3 ചാപ്റ്ററുകൾ കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മുടെ ക്ലാസ് കഴിയും. ഇപ്പൊ പരീക്ഷ ഇനി ആ 3 ചാപ്റ്ററും കൂടെ എടുക്കുന്നതിന് മുമ്പ് പരീക്ഷ വരികയാണെങ്കിൽ പഠിപ്പിച്ച അത്രയും ഭാഗത്തുനിന്ന് നന്നായിട്ട് പഠിച്ചു വെച്ച് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. സമയം ഇച്ചിരി അധികമായി പോയി. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു.